നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വർഷങ്ങൾ പിന്നോട്ട്. പക്ഷേ ഇത് കെട്ടുകഥകളുടെയോ ഭാവനയുടെയോ ലോകത്തേക്കല്ല. നമ്മുടെ ഈ ലോകം തന്നെ ഒരു വലിയ രഹസ്യമായിരുന്ന, പൂർണ്ണമായി മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക്. ഭൂപടങ്ങളിൽ പല ഭാഗങ്ങളും ശൂന്യമായിരുന്ന, ചിലയിടങ്ങളിൽ ഇവിടെ വ്യാളികളുണ്ട് എന്ന് എഴുതി ചേർത്തിരുന്ന ഒരു കാലം. വർഷം 1519. സ്പെയിനിന്റെ ശാന്തമായ തുറമുഖങ്ങളിൽ ഒരു സ്വപ്നം രൂപം കൊള്ളുകയായിരുന്നു. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത്, നിർത്താതെ പടിഞ്ഞാറോട്ട് മാത്രം സഞ്ചരിച്ച് അവസാനം കിഴക്ക്, അതായത് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുക. കേൾക്കാൻ എത്ര ലളിതമായ ആശയമാണിത്! എന്നാൽ അന്നുവരെ ആരും പൂർത്തിയാക്കിയിട്ടില്ലാത്ത, ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഒരു ദൗത്യം. ഇത് ഫെർഡിനാൻഡ് മഗല്ലന്റെ കഥയാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ മാത്രം കഥയല്ല. 5 ചെറിയ മരക്കപ്പലുകളിലായി യാത്ര തിരിച്ച 270 മനുഷ്യരുടെ കൂടി കഥയാണ്. അവർ തങ്ങളുടെ വീടും കുടുംബവും അവർക്കറിയാവുന്നതെല്ലാം ഉപേക്ഷിച്ച് അജ്ഞാതമായ ഒന്നിലേക്ക് യാത്ര തുടങ്ങി. അവരുടെ ലക്ഷ്യം സുഗന്ധവ്യഞ്ജന ദ്വീപുകളിലേക്ക് ഒരു പുതിയ പാത കണ്ടെത്തുക എന്നതായിരുന്നു. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര സമ്പത്ത് നിറഞ്ഞ ഒരു നാടായിരുന്നു അത്. എന്നാൽ ആ യാത്രയിൽ അവർ അതിലു വലുതായ എന്തോ ഒന്ന് കണ്ടെത്തി. നമ്മുടെ ഈ ലോകത്തിന്റെ യഥാർത്ഥ വലിപ്പം അവർ തിരിച്ചറിഞ്ഞു. സെവിയ്യ തുറമുഖത്തെ ആ രംഗമൊന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. കാട്ടിൽ ഉപ്പിന്റെയും കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ടാറിന്റെയും ഗന്ധം നിറഞ്ഞിരിക്കുന്നു. പീരങ്കികളുടെയും മാസങ്ങളോളം യാത്രയ്ക്കാവശ്യമായ ഭക്ഷണസാധനങ്ങളുടെയും ഭാരത്താൽ കപ്പലുകളിലെ മരപ്പലകകൾ ഞെരിഞ്ഞുന്ന നേർത്ത ശബ്ദം. ചെറുപ്പക്കാരും പ്രായമുള്ളവരും പരിചയസമ്പന്നരും സാഹസികത മാത്രം തേടിവന്നവരുമായ ആ നാവികർ ദൂരെ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവരിൽ ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ ജന്മനാട് ഇത് അവസാനമായി കാണുകയാണെന്ന് അറിഞ്ഞിരുന്നില്ല. യാത്ര തിരിച്ച് 270 പേരിൽ വെറും 18 പേർ മാത്രമായിരുന്നു 3 വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ തിരിച്ചെത്തിയത്. അവരുടെ 5 കപ്പലുകളിൽ ഒന്നായ വിക്ടോറിയ മാത്രം തകർന്ന് ഒരു പ്രേതക്കപ്പലെന്ന പോലെ ലോകത്തെ മാറ്റിമറിച്ച ഒരു രഹസ്യവുമായി സ്പെയിനിലേക്ക് മടങ്ങിയെത്തി. ഈ രാത്രിയിൽ നമുക്കവരോടൊപ്പം ആ കപ്പലുകളിൽ സഞ്ചരിക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തിരമാലകൾ നമ്മുടെ മുഖത്ത് തട്ടുന്നത് അനുഭവിക്കാം. ഇന്ന് മഗല്ലന്റെ പേരിൽ അറിയപ്പെടുന്ന അപകടം നിറഞ്ഞ ആ കടലിടുക്കിലൂടെ യാത്ര ചെയ്യാം. അദ്ദേഹം ആദ്യമായി കണ്ടപ്പോൾ ശാന്തസമുദ്രമെന്ന് പേരിട്ട ആ വലിയ നിഗൂഢമായ സമുദ്രം നമുക്ക് മുറിച്ചു കടക്കാം. ഈ ഇതിഹാസയാത്രയിലെ ഓരോ വിജയങ്ങൾക്കും ദുരന്തങ്ങൾക്കും നമുക്ക് സാക്ഷികളാകാം. ഇത് വെറും ഒരു പര്യവേഷണത്തിന്റെ കഥയല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെയും അവന്റെ ധൈര്യത്തിന്റെയും ചക്രവാളത്തിനപ്പുറം എന്താണെന്നറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെയും കഥയാണ്. ആ കഥ മെല്ലെ തുടങ്ങട്ടെ. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. 1519 സെപ്റ്റംബർ 20 ഗ്വാഡൽക്വിവർ നദിയുടെ തീരത്തുള്ള സാൻ ലൂക്കാർ ഡെ ബറാമെഡ തുറമുഖം. 5 കപ്പലുകൾ മരത്തിൽ തീർത്ത ഭീമാകാരമായ പക്ഷികളെപ്പോലെ തങ്ങളുടെ ചിറകുകളായ പായകൾ ഉയർത്തി യാത്രയ്ക്ക് തയ്യാറെടുത്തു. ആകാശത്ത് അപ്പോഴും നക്ഷത്രങ്ങൾ പൂർണ്ണമായി മാഞ്ഞിരുന്നില്ല. പുലരിയുടെ നേർത്ത വെളിച്ചം ചക്രവാളത്തിൽ പടർന്നു തുടങ്ങുന്നതേയുള്ളൂ. മഗല്ലന്റെ പ്രധാന കപ്പലായ ട്രിനിഡാഡ് മുന്നിൽ നിന്നു. തൊട്ടു പിന്നാലെ സാൻ അന്റോണിയോ, കോൺസെപ്സിയോൺ, വിക്ടോറിയ, പിന്നെ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കപ്പലായ സാന്റിയാഗോ എന്നിവയും നിരന്നു. ആ പുലരിയിൽ അവിടെ ഉയർന്ന ഓരോ പായ്മരങ്ങളിലും സ്പെയിനിന്റെ പതാകകൾ കാറ്റിൽ പതിയെ ഇളകുന്നുണ്ടായിരുന്നു. മഗല്ലൻ തന്റെ കപ്പലായ ട്രിനിഡാഡിന്റെ തട്ടിൽ നിന്നു. അയാളുടെ മുഖത്ത് പ്രതീക്ഷയോ ആശങ്കയോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. ഒരു പോർച്ചുഗീസുകാരനായ താൻ സ്പെയിനിന്റെ കൊടിക്ക് കീഴിൽ ഇത്രയും വലിയൊരു ദൗത്യത്തിന് നേതൃത്വം നൽകുമ്പോൾ കൂടെയുള്ള സ്പാനിഷ് ക്യാപ്റ്റന്മാർക്ക് തന്നിലുള്ള അവിശ്വാസം അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ വലിയ കപ്പലായ സാൻ അന്റോണിയോയുടെ ക്യാപ്റ്റൻ
യുവാവായ യുവാൻ ഡി കാർത്തഗേന. അയാളുടെ കണ്ണുകളിൽ സംശയത്തിന്റെ തീപ്പൊടികൾ മഗല്ലൻ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അയാളുടെ നിശ്ചയദാർഢ്യത്തെ ബാധിച്ചില്ല. വർഷങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ദ്വീപിലെത്തുക. ഭൂമി ഉരുണ്ടതാണെന്ന കോപ്പർനിക്കസിനെ പോലുള്ളവർ സിദ്ധാന്തങ്ങൾ കൊണ്ട് പറഞ്ഞപ്പോൾ അത് ലോകത്തിനു മുന്നിൽ ആദ്യമായി തെളിയിക്കുക. ആ 270 പേരുടെ ഹൃദയമിടിപ്പ് ഒരുമിച്ചു ചേർന്നാൽ എങ്ങനെയുണ്ടാകും? ചിലർക്കിതൊരു മറ്റൊരു സാധാരണ യാത്രയായിരുന്നു. കടലാണവരുടെ വീട്. മറ്റു ചിലർക്ക് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ചിലർ കുറ്റകൃത്യങ്ങളിൽ നിന്നും മാപ്പുവാങ്ങി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വന്നവരുമായിരുന്നു. കൂട്ടത്തിൽ അന്റോണിയോ പിഗഫെറ്റ എന്നൊരു ഇറ്റലിക്കാരനുണ്ടായിരുന്നു. അയാളൊരു നാവികനായിരുന്നില്ല, ഒരു സാഹസിക സഞ്ചാരിയായിരുന്നു. ഈ യാത്രയെക്കുറിച്ചൊരു പുസ്തകം എഴുതുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ വന്നത്. ലോകം ഇന്ന് ഈ യാത്രയുടെ കഥ ഇത്രയധികം വിശദമായി അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം പിഗഫെറ്റയുടെ ഡയറി കുറിപ്പുകളാണ്. അദ്ദേഹം എഴുതി, ഞാൻ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം ചരിത്രത്തിന്റെ ഭാഗമായി. കപ്പലുകൾ നദിയിലൂടെ മെല്ലെ നീങ്ങി തുറന്ന സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. കരയകന്നു പോകുന്നത് അവർ നോക്കി നിന്നു. അവസാനമായി കണ്ട വീടുകളുടെ മേൽക്കൂരകൾ, പള്ളികളുടെ ഗോപുരങ്ങൾ എല്ലാം ഒരു നേർത്ത വരയായി മാറി അവസാനം കാഴ്ചയിൽ നിന്നും മറഞ്ഞു. ഇപ്പോൾ അവർ തനിച്ചാണ്. മുന്നിൽ കണ്ണത്താദൂരത്തോളം പരന്നു കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ നീല നിറത്തിന് ആഴമെത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. രാത്രിയിൽ കപ്പലിന്റെ തട്ടിൽ കിടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ, താഴെ അഗാധമായ ഇരുട്ട് നിറഞ്ഞ കടൽ. കപ്പലിന്റെ മരച്ചുവടുകളിൽ തിരമാലകൾ തട്ടി ചിതറുമ്പോഴുണ്ടാകുന്ന താളാത്മകമായ ശബ്ദം മാത്രം. അതൊരു തരം സംഗീതമായിരുന്നു, ഏകാന്തതയുടെ സംഗീതം. ദിവസങ്ങൾ ആഴ്ചകളായി. കപ്പലിലെ ജീവിതം ഒരു പുതിയ ദിനചര്യയിലേക്ക് മാറി. രാവിലെ പ്രാർത്ഥന, പിന്നെ കപ്പൽ വൃത്തിയാക്കൽ, പായകൾ ശരിയാക്കൽ, കയറുകൾ മുറുക്കൽ, അറ്റകുറ്റപ്പണികൾ. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജോലികളുണ്ടായിരുന്നു. ഭക്ഷണം വളരെ കുറവായിരുന്നു. ഉണക്കിയ ഇറച്ചിയും ബിസ്ക്കറ്റ് പോലുള്ള റൊട്ടിയും വെള്ളം ചേർത്ത വീഞ്ഞുമൊക്കെയായിരുന്നു അത്. ദിവസങ്ങൾ കഴിയും തോറും ഭക്ഷണത്തിന്റെ രുചി കുറഞ്ഞു വന്നു. വെള്ളത്തിന് പായലിന്റെ ഗന്ധം വന്നു തുടങ്ങി. എങ്കിലും അതൊന്നും ആരുടെയും പരാതിയായിരുന്നില്ല. കാരണം ഇതിലും മോശമായ കടൽ യാത്രകൾ അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ യാത്രയിൽ മറ്റൊരപകടം പതിഞ്ഞിരുന്നു. അത് കടലിലെ കൊടുങ്കാറ്റോ ഭീമാകാരമായ തിമിംഗലങ്ങളോ അല്ലായിരുന്നു. മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ സംശയവും അഹങ്കാരവുമായിരുന്നു. മഗല്ലൻ തെരഞ്ഞെടുത്ത വഴി തെറ്റാണെന്ന് സ്പാനിഷ് ക്യാപ്റ്റന്മാർ രഹസ്യമായി സംസാരിക്കാൻ തുടങ്ങി. മഗല്ലൻ അവിടെ മനഃപൂർവ്വം അപകടത്തിലേക്ക് നയിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു. ഒരു ദിവസം രാത്രി കാർത്തഗേന തന്റെ കപ്പൽ മഗല്ലന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരസ്യമായി ചോദ്യം ചെയ്തു. ക്യാപ്റ്റൻ ജനറൽ, നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങളെ നയിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പതിവ് വഴികൾ ഉപേക്ഷിച്ച് ഈ അപകടം പിടിച്ച പാത തിരഞ്ഞെടുത്തത്? മഗല്ലന്റെ മറുപടി ശാന്തമായിരുന്നു. എന്റെ വഴികളെ ചോദ്യം ചെയ്യണ്ട. രാജാവിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമാണ് നിങ്ങളുടെ കടമ, എന്റെ കൽപ്പനകളെയും. ആ വാക്കുകളിൽ അധികാരത്തിന്റെ ധ്വനിയുണ്ടായിരുന്നു. അതോടെ ആ സംഭാഷണം അവസാനിച്ചു. പക്ഷേ ആരുമൊന്നും മറന്നിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ഇടിമുഴക്കമായിരുന്നു അത്. കപ്പലുകൾ തെക്കോട്ട് യാത്ര തുടർന്നു. ആഫ്രിക്കയുടെ തീരം ഇടതുവശത്തൊരു നിഴൽ പോലെ കാണാമായിരുന്നു. അവർ കാനറി ദ്വീപുകൾ പിന്നിട്ടു. ദിവസങ്ങൾക്ക് ശേഷം അവർ കാറ്റില്ലാത്തൊരു മേഖലയിലെത്തി. ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന ശാന്തമായ ആ പ്രദേശം. അവിടെ പായകളിൽ കാറ്റ് തട്ടാതെ കപ്പലുകൾ ദിവസങ്ങളോളം ഒരേ സ്ഥലത്ത് നിന്നു. ചുട്ടുപൊള്ളുന്ന സൂര്യനു താഴെ അനങ്ങാതെ കിടക്കുന്ന ആ കപ്പലുകളിൽ നാവികരുടെ മനസ്സിൽ അസ്വസ്ഥതകൾ പുകഞ്ഞു തുടങ്ങി. മുന്നോട്ടുള്ള യാത്ര ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ നിന്നു. അപ്പോഴും മഗല്ലൻ ശാന്തനായിരുന്നു. അയാൾ ആകാശത്തേക്ക് നോക്കി കാറ്റിനായി കാത്തിരുന്നു. കാരണം അയാൾക്കറിയാമായിരുന്നു, ഈ യാത്രയിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധമെന്ന്. ആ കാത്തിരിപ്പിനും ഒരവസാനമുണ്ടായിരുന്നു. ഒരു നാൾ ഒരു നേർത്ത കാറ്റ് വീശിത്തുടങ്ങി. പായകൾ വീണ്ടും സടകൊടഞ്ഞെഴുന്നേറ്റു. യാത്ര പുനരാരംഭിച്ചു. ഇത്തവണ ബ്രസീലിന്റെ തീരം ലക്ഷ്യമാക്കി. ഓരോ ദിവസവും അവർ അജ്ഞാതമായ ഒന്നിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ആഴ്ചകളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ കപ്പലിലെ കാവൽക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കര കാണുന്നു. ആ ഒരൊറ്റ വാക്കിൽ ആ കപ്പലുകളിലെ ക്ഷീണിച്ച മനസ്സുകളെല്ലാം ഉണർന്നു. എല്ലാവരും കപ്പലിന്റെ തട്ടിലേക്ക് ഓടിക്കയറി ദൂരെ ഒരു പച്ചരേഖ പോലെ കാണുന്ന ആ കരയിലേക്ക് നോക്കി. മാസങ്ങളായി നീലനിറം മാത്രം കണ്ട കണ്ണുകൾക്ക് ആ പച്ചപ്പ് ഒരാശ്വാസമായിരുന്നു. അത് ബ്രസീലിന്റെ തീരമായിരുന്നു.
ഇന്നത്തെ റിയോ ഡി ജനൈറോയ്ക്കടുത്തുള്ള ഒരു ഉൾക്കടലിൽ അവർ നങ്കൂരമിട്ടു. കരയിലേക്കിറങ്ങിയപ്പോൾ മാസങ്ങളോളം ഉപ്പുവെള്ളത്തിൽ ജീവിച്ച അവർക്ക് ഭൂമിയുടെ ഗന്ധം ഒരു പുതിയ അനുഭവമായി തോന്നി. നനഞ്ഞ മണ്ണിന്റെയും പൂക്കളുടെയും അഴുകിയ ഇലകളുടെയുമെല്ലാം ഇടകലർന്ന ആ ഗന്ധം അവർ ആഴത്തിൽ ശ്വാസമെടുത്ത് ഉള്ളിലേക്കെടുത്തു. യൂറോപ്പിലെങ്ങും കാണാത്ത തരം പടുകൂറ്റൻ മരങ്ങൾ, അവയിൽ വള്ളിപ്പടർപ്പുകൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. കാടിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന അപരിചിതമായ കിളികളുടെ ശബ്ദങ്ങൾ, കുരങ്ങുകളുടെ കരച്ചിലുകൾ. അതൊരു പുതിയ ലോകമായിരുന്നു. സ്വർഗ്ഗത്തിലെത്തിയതുപോലെയാണ് തങ്ങൾക്ക് തോന്നിയതെന്ന് പിഗഫെറ്റ് പിന്നീടെഴുതി. താമസിയാതെ ആ ലോകത്തിലെ മനുഷ്യരെയും അവർ കണ്ടുമുട്ടി. കൗതുകത്തോടെ, എന്നാൽ ഭയമില്ലാതെ, ആദിവാസി ഗോത്രമായ ഗ്വരാനി ജനത അവരെ സമീപിച്ചു. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ കുറവായിരുന്നു. ചായം കൊണ്ടു വരച്ച ചിത്രങ്ങളും തത്തകളുടെ വർണ്ണത്തൂവലുകൾ കൊണ്ടുള്ള ആഭരണങ്ങളും അവരെ അലങ്കരിച്ചു. അവർ നാവികർക്ക് നേരെ ആയുധങ്ങൾ ഉയർത്തിയില്ല, മറിച്ച് പുഞ്ചിരിച്ചു. ഭാഷയൊരു തടസ്സമായിരുന്നു. എന്നാൽ സ്നേഹത്തിനും കൗതുകത്തിനും ഭാഷയുടെ ആവശ്യമില്ലല്ലോ. നാവികർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കണ്ണാടികളും മണികളും ചീപ്പുകളും അവർക്ക് നൽകി. പകരം ആ മനുഷ്യർ അവർക്ക് ധാരാളം ശുദ്ധജലവും മധുരക്കിഴങ്ങും കൈതച്ചക്ക പോലുള്ള പലതരം പഴങ്ങളും പുതിയതായി വേട്ടയാടിയ മൃഗങ്ങളുടെ ഇറച്ചിയും നൽകി. മാസങ്ങളോളം ഉപ്പുലായനിയിൽ സൂക്ഷിച്ച ഭക്ഷണം മാത്രം കഴിച്ച നാവികർക്ക് അതൊരു അമൃതുപോലെ തോന്നി. ആദ്യമായി ഒരു കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ട ആദിവാസിയുടെ അത്ഭുതം ഒന്നോർത്തുനോക്കൂ. അയാൾ അതിൽ തൊട്ടുനോക്കി പിന്നിലേക്ക് മറിഞ്ഞു വീണ് ചിരിച്ചു. ആ നിഷ്കളങ്കത നാവികരുടെ മനസ്സിൽ ഒരു തണുപ്പ് നിറച്ചു. അവർക്കിടയിൽ സൗഹൃദം വളർന്നു. എന്നാൽ മഗല്ലന് അതൊരു താൽക്കാലിക ഇടത്താവളം മാത്രമായിരുന്നു. അയാളുടെ ലക്ഷ്യം അതായിരുന്നില്ല. 2 ആഴ്ചത്തെ വിശ്രമത്തിനും കപ്പലുകൾക്കാവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചതിനും ശേഷം മഗല്ലൻ യാത്ര തുടരാൻ ഉത്തരവിട്ടു. തെക്കോട്ട്, ഇനിയും തെക്കോട്ട്, ആരും പോകാത്ത വഴികളിലൂടെ. അവർ ബ്രസീലിന്റെ തീരം വിട്ട് തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ കാലാവസ്ഥ പതിയെ മാറി തുടങ്ങി. ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പകരം തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആകാശം കൂടുതൽ സമയവും പാസ്മുരമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ തീരങ്ങൾ അപ്രത്യക്ഷമായി. പകരം വിജനമായ പാറക്കെട്ടുകൾ നിറഞ്ഞ തീരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആഴ്ചകളോളം അവർ യാത്ര ചെയ്തു. ഓരോ വലിയ നദീമുഖം കാണുമ്പോഴും അത് അറ്റ്ലാന്റിക്കിനെ അടുത്ത സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ആ രഹസ്യപാതയായിരിക്കുമെന്നവർ പ്രതീക്ഷിച്ചു. ഓരോ തവണയും ആ പ്രതീക്ഷ തെറ്റി. 1520 ജാനുവരിയിൽ അവർ വളരെ വിശാലമായ ഒരു നദീമുഖത്തെത്തി. ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിൽ കലങ്ങുന്ന ആ വലിയ ജലാശയത്തിന് 300 കിലോമീറ്ററിലധികം വീതിയുണ്ടായിരുന്നു. ഇതാണ് തങ്ങൾ അന്വേഷിക്കുന്ന ആ വഴിയെന്ന് മഗല്ലൻ ഉറപ്പിച്ചു. റിയോ ഡി ലാ പ്ലാട്ടെ എന്ന് ഇന്നറിയപ്പെടുന്ന ആ നദീമുഖത്തേക്ക് അവർ കപ്പലുകളുമായി പ്രവേശിച്ചു. എന്നാൽ ദിവസങ്ങളോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചപ്പോൾ വെള്ളത്തിലെ ഉപ്പിന്റെ അംശം പൂർണ്ണമായുമില്ലാതായി. അതൊരു കടലെടുക്കല്ല, മറിച്ച് ഒരു ഭീമാകാരമായ നദി മാത്രമാണെന്നവർക്ക് മനസ്സിലായി. വീണ്ടും നിരാശ. ഈ നിരാശ കപ്പലുകളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അസംതൃപ്തിക്ക് എണ്ണ പകർന്നു. സമയം കടന്നുപോകുന്നു. യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണസാധനങ്ങൾ കുറഞ്ഞുവരുന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നു. തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ ഒരു ഭ്രാന്തന്റെ പിറകെയാണ് ഈ യാത്രയെന്ന് പലരും അടക്കം പറയാൻ തുടങ്ങി. സ്പാനിഷ് ക്യാപ്റ്റന്മാരായ കാർത്തഹേന, മെൻഡോസ, കിസാദ എന്നിവരെ രഹസ്യമായി യോഗം ചേർന്നു. മഗല്ലനെ സ്ഥാനഭ്രഷ്ടനാക്കി കപ്പലുകളുടെ നിയന്ത്രണമേറ്റെടുത്ത് സ്പെയിനിലേക്ക് തിരികെ പോകാൻ അവർ പദ്ധതിയിട്ടു. മുന്നോട്ടുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായി. തണുപ്പ് അസഹനീയമായി. ശക്തമായ കാറ്റും തിരമാലകളും യാത്രയെ അപകടകരമാക്കി. പലപ്പോഴും കപ്പലുകൾക്ക് പരസ്പരം കാഴ്ച നഷ്ടപ്പെട്ടു. മാർച്ച് മാസമായപ്പോഴേക്കും ശൈത്യകാലം അതിന്റെ എല്ലാ കാഠിന്യത്തോടും കൂടി ആരംഭിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ യാത്ര തുടരുന്നത് ആത്മഹത്യപരമാണെന്ന് മഗല്ലൻ അറിയാമായിരുന്നു. ശൈത്യകാലം കഴിയുന്നതുവരെ എവിടെയെങ്കിലും തങ്ങാനൊരു സുരക്ഷിതമായ തുറമുഖം കണ്ടെത്താൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള വിജനമായ ഒരു ഉൾക്കടലിൽ അവർ നങ്കൂരമിട്ടു. മഗല്ലൻ ആ സ്ഥലത്തിന് പോർട്ട് സാൻ ജൂലിയൻ എന്ന് പേര് നൽകി. ചുറ്റും മരങ്ങളില്ലാത്ത തരിശായ നിനം. തണുത്തുറഞ്ഞ കാറ്റ് മാത്രം എപ്പോഴും വീശിക്കൊണ്ടിരുന്നു. ആ 5 മാസക്കാലം അവിടെ കഴിയാനായിരുന്നു മഗല്ലന്റെ തീരുമാനം. ഈ തീരുമാനം ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. അത്രയും കാലം തണുപ്പിൽ വിറച്ച് എന്തിനെന്നറിയാതെ ഒരു യാത്ര തുടരാൻ അവർ തയ്യാറായിരുന്നില്ല. ആ വിജനമായ തുറമുഖത്ത്, മനുഷ്യവാസമില്ലാത്ത ആ ലോകത്തിന്റെ അറ്റത്ത് മഗല്ലന്റെ യാത്രയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി രൂപം കൊള്ളുകയായിരുന്നു. അത് പ്രകൃതിയോടായിരുന്നില്ല, മറിച്ച് സ്വന്തം ആളുകളോടായിരുന്നു. കലാപത്തിന്റെ വാൾമുനകൾ അയാളുടെ നേരെ ഉയരാൻ
ഇനി അധികം സമയം വേണ്ടിവരില്ലായിരുന്നു. പോർട്ട് സാൻ ജൂലിയൻ ഒരു തടവറ പോലെയായിരുന്നു. പുറത്തേക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത തടവറ. ആകാശത്തിനെപ്പോഴും ചാരനിറമായിരുന്നു. സൂര്യൻ ഒരു വിളറിയ വെളിച്ചം മാത്രമായി. തണുപ്പിനെ അകറ്റാൻ ശക്തിയില്ലാതെ ഉദിച്ചുയർന്നു. മരങ്ങളില്ലാത്ത ആ തീരത്ത്, മഞ്ഞുമൂടിയ കുന്നുകളിൽ, തണുത്തുറഞ്ഞ കാറ്റ് ഒരു വിലാപം പോലെ എപ്പോഴും വീശിക്കൊണ്ടിരുന്നു. കപ്പലുകളിൽ ശേഷിച്ച ഭക്ഷണത്തിന്റെ അളവ് വീണ്ടും കുറച്ചു. ഓരോ മനുഷ്യനും കിട്ടുന്ന റൊട്ടിയുടെയും വീഞ്ഞിന്റെയും അളവിൽ നിയന്ത്രണം വന്നു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഒന്നും ചെയ്യാനില്ലാതെ, തണുപ്പിൽ വിറച്ച്, പട്ടിണിയിൽ ആ നാവികരുടെ മനസ്സിൽ നിരാശയും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. തങ്ങൾ ഈ ലോകത്തിന്റെ അറ്റത്ത്, ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്ത് മരിക്കാൻ പോവുകയാണെന്ന് അവർ ഭയന്നു. ഈ ഭയമാണ് കലാപകാരികൾക്ക് വളമായത്. യുവാൻ ഡി കാർത്തഗേന, ഗാസ്പർ ഡി ക്യുസാദ, ലൂയിസ് ഡി മെൻഡോസ എന്നീ 3 സ്പാനിഷ് ക്യാപ്റ്റന്മാർക്ക് ഇത് കൃത്യമായ അവസരമായിരുന്നു. മഗല്ലന്റെ ഭ്രാനന് കൂട്ടുനിന്ന് ഇവിടെ കിടന്ന് മരിക്കുന്നതിലും നല്ലത് കപ്പലുകൾ പിടിച്ചെടുത്ത് സ്പെയിനിലേക്ക് മടങ്ങുകയാണെന്ന് അവർ തീരുമാനിച്ചു. അവർ രഹസ്യമായി തങ്ങളുടെ കൂടെയുള്ളവരെ സംഘടിപ്പിച്ചു. 1520 ഏപ്രിൽ 1 ഈസ്റ്റർ ഞായറാഴ്ച രാത്രി അവർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കി. മഗല്ലൻ എല്ലാ ക്യാപ്റ്റന്മാരെയും തന്റെ കപ്പലിലേക്ക് അത്താഴവിരുന്നിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ ക്യുസാദയും മെൻഡോസയും ആ ക്ഷണം നിരസിച്ചു. അതൊരു സൂചനയായിരുന്നു. അതേ രാത്രി ഗാസ്പർ ഡി ക്യുസാദ 30ഓളം ആയുധധാരികളുമായി ഒരു ചെറിയ ബോട്ടിൽ മഗല്ലന്റെ വിശ്വസ്തനായ കസിൻ അൽവാരോ ദി മെസ്കിത്ത ഭരിക്കുന്ന സാൻ അന്റോണിയോ എന്ന കപ്പലിലേക്ക് രഹസ്യമായി പ്രവേശിച്ചു. ഉറങ്ങിക്കിടന്ന മെസ്കിത്തയെ പിടികൂടി ചങ്ങലക്കിട്ടു. കപ്പലിന്റെ നിയന്ത്രണം ക്യുസാദ ഏറ്റെടുത്തു. ഏകദേശം അതേ സമയം തന്നെ കോൺസെപ്ഷ്യൻ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ കാർത്തഗേനയും വിക്ടോറിയയുടെ ക്യാപ്റ്റനായ മെൻഡോസയും തങ്ങളുടെ കപ്പലുകളിൽ കലാപം പ്രഖ്യാപിച്ചു. പിറ്റേന്ന് രാവിലെ മഗല്ലൻ ഉണർന്നപ്പോൾ 5 കപ്പലുകളിൽ 3 സാൻ അന്റോണിയോ, കോൺസെപ്ഷ്യൻ, വിക്ടോറിയ എന്നിവ തനിക്കെതിരെ തിരിഞ്ഞതായി അയാൾ മനസ്സിലാക്കി. ആ കപ്പലുകളിലായിരുന്നു കൂടുതൽ ഭക്ഷണസാധനങ്ങളും ആയുധങ്ങളും. ആൾബലത്തിലും അവർക്കായിരുന്നു മുൻതൂക്കം. മഗല്ലന്റെ കൂടെ ഇപ്പോൾ സ്വന്തം കപ്പലായ ട്രിനിഡാഡും ഏറ്റവും ചെറിയ കപ്പലായ സാന്റിയാഗോയും മാത്രം. കലാപകാരികൾ ഒരു ബോട്ട് മഗല്ലന്റെ അടുത്തേക്ക് അയച്ചു. മഗല്ലനെ ക്യാപ്റ്റൻ ജനറൽ എന്ന് അഭിസംബോധന ചെയ്യാതെ വെറും ക്യാപ്റ്റൻ എന്ന് വിളിച്ചുകൊണ്ട് തങ്ങളുമായി ചർച്ചയ്ക്ക് വരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. താൻ ഒരു കെണിയിലാണെന്ന് മഗല്ലനു മനസ്സിലായി. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് അയാൾ സൂത്രത്തിൽ കാര്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചു. അയാൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന മട്ടിൽ അഭിനയിച്ചു. കലാപകാരികളുടെ നേതാക്കളിൽ ഒരാളായ ലൂയിസ് ദി മെൻഡോസയുടെ കപ്പലായ വിക്ടോറിയയിലേക്ക് ഒരു സന്ദേശവുമായി തന്റെ വിശ്വസ്തനായ ഗൊൻസാലോ ഗോമസ് ഡി എസ്പിനോസയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ബോട്ട് അയച്ചു. എന്നാൽ ആ ബോട്ടിന്റെ നിഴലിൽ ആയുധധാരികളായ ഒരു സംഘം നാവികർ മറ്റൊരു ബോട്ടിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എസ്പിനോസ വിക്ടോറിയയിൽ കയറി മഗല്ലന്റെ കത്ത് മെൻഡോസയ്ക്ക് നൽകി. മെൻഡോസ ആ കത്ത് വായിക്കാൻ തുടങ്ങിയതും എസ്പിനോസ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുവച്ചിരുന്ന കഥാരയെടുത്ത് അയാളുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തിയിറക്കി. മെൻഡോസ തൽക്ഷണം മരിച്ചു വീണു. ആരും പ്രതികരിക്കുന്നതിനു മുൻപ് രണ്ടാമത്തെ ബോട്ടിലുണ്ടായിരുന്ന മഗല്ലന്റെ ഭാര്യാ സഹോദരനും കൂടിയായ ഡുവാർട്ടെ ബാർബോസയുടെ നേതൃത്വത്തിലുള്ള സൈനികർ കപ്പലിലേക്ക് ഇരച്ചുകയറി. തങ്ങളുടെ നേതാവ് കൺമുന്നിൽ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ വിക്ടോറിയയിലെ നാവികർ എതിർപ്പില്ലാതെ കീഴടങ്ങി. ഇപ്പോൾ കളി മാറി. മഗല്ലന്റെ പക്ഷത്ത് 3 കപ്പലുകളായി. അയാൾ ഉടൻ തന്നെ ആ 3 കപ്പലുകളും ഉൾക്കടലിന്റെ പ്രവേശന കവാടത്തിൽ ഒരു മതിൽ പോലെ വിന്യസിച്ചു. കലാപകാരികളുടെ മറ്റു 2 കപ്പലുകൾക്കും സാൻ ആന്റോണിയോയ്ക്കും കോൺസെപ്ഷ്യനും രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞു. രാത്രിയായപ്പോൾ സാൻ ആന്റോണിയോ എന്ന കപ്പൽ രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. എന്നാൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അത് നേരെ മഗല്ലന്റെ കപ്പലായ ട്രിനിഡാഡിന് മുന്നിൽ വന്നുപെട്ടു. ട്രിനിഡാഡിൽ നിന്നും ഒരു മുന്നറിയിപ്പ് വെടിമുഴങ്ങി. തങ്ങൾ പൂർണ്ണമായും തോറ്റുവെന്നു മനസ്സിലാക്കിയ സാൻ ആന്റോണിയോയിലെ നാവികർ തങ്ങളുടെ കലാപനേതാവായ ക്യുസാദയെ പിടികൂടി മഗല്ലനു കൈമാറി. അധികം വൈകാതെ അവസാന കപ്പലായ കോൺസെപ്ഷ്യനും കീഴടങ്ങി. 24 മണിക്കൂറിനുള്ളിൽ ആ കലാപം അവസാനിച്ചു. മഗല്ലന്റെ പ്രതികാരം വേഗത്തിലും ഭയാനകവുമായിരുന്നു. മെൻഡോസ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ക്യുസാഡയുടെ തലവെട്ടാൻ അയാൾ ഉത്തരവിട്ടു. അതിനുശേഷം മെൻഡോസയുടെയും ക്യുസാഡയുടെയും മൃതദേഹങ്ങൾ 4 വെട്ടിമുറിച്ച് തുറമുഖത്തിന്റെ തീരത്ത് കഴുമരങ്ങളിൽ തൂക്കിയിട്ടു. മറ്റുള്ളവർക്കൊരു പാഠമായി മാസങ്ങളോളം ആ ശരീരങ്ങൾ അവിടെ കിടന്ന് ചീഞ്ഞുനാറി. പ്രധാന സൂത്രധാരനായ യുവാൻ ഡി കാർത്തഗേനയെയും
കലാപത്തിന് പിന്തുണ നൽകിയ ഒരു പുരോഹിതനെയും ഉയർന്ന പദവിയിലുള്ളവരായതുകൊണ്ട് കൊല്ലുന്നില്ലെന്ന് അയാൾ തീരുമാനിച്ചു. പകരം അതിലും ക്രൂരമായൊരു ശിക്ഷ വിധിച്ചു. ആ വിജനമായ തീരത്ത് ഒരു വാളും കുറച്ചു റൊട്ടിയുമായി അവരെ ഉപേക്ഷിക്കുക. മാസങ്ങൾക്കുശേഷം കപ്പലുകൾ ആ തീരം വിടുമ്പോൾ ആ രണ്ടു മനുഷ്യർ കരയിൽ നിന്ന് തങ്ങളുടെ കപ്പലുകൾ അകന്നുപോകുന്നത് നിസ്സഹായരായി നോക്കി നിന്നു. അവരുടെ അന്ത്യം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കലാപം അടിച്ചമർത്തപ്പെട്ടു. മഗല്ലന്റെ അധികാരം ചോദ്യം ചെയ്യാനാവാത്ത വിധം ഉറപ്പിച്ചു. പക്ഷേ അത് നേടിയത് സ്നേഹം കൊണ്ടായിരുന്നില്ല, ഭയം കൊണ്ടായിരുന്നു. ആ തുറമുഖത്ത് ശൈത്യകാലം നീണ്ടുപോകുമ്പോൾ കഴുമരങ്ങളിൽ തൂങ്ങിയാടുന്ന ശരീരഭാഗങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലായി. അനുസരണക്കേടിന്റെ വില എന്താണെന്ന് ഓരോ നാവികനും എല്ലാ ദിവസവും കണ്ടുപഠിച്ചു. അവരുടെ മനസ്സിൽ ഭയം കട്ടപിടിച്ചു. എന്നാൽ യാത്ര തുടരുകയല്ലാതെ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. മരണത്തിലേക്കാണോ അതോ പുതിയൊരു ലോകത്തേക്കാണോ ആ യാത്രയെന്നാർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. കലാപം അടിച്ചമർത്തപ്പെട്ടു. മഗല്ലന്റെ അധികാരം ചോദ്യം ചെയ്യാനാവാത്ത വിധം ഉറപ്പിച്ചു. പക്ഷേ അത് നേടിയത് സ്നേഹം കൊണ്ടായിരുന്നില്ല, ഭയം കൊണ്ടായിരുന്നു. ആ തുറമുഖത്ത് ശൈത്യകാലം നീണ്ടുപോകുമ്പോൾ കഴുമരങ്ങളിൽ തൂങ്ങിയാടുന്ന ശരീരഭാഗങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലായി. അനുസരണക്കേടിന്റെ വില എന്താണെന്ന് ഓരോ നാവികനും എല്ലാ ദിവസവും കണ്ടുപഠിച്ചു. അവരുടെ മനസ്സിൽ ഭയം കട്ടപിടിച്ചു. എന്നാൽ യാത്ര തുടരുകയല്ലാതെ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. മരണത്തിലേക്കാണോ അതോ പുതിയൊരു ലോകത്തേക്കാണോ ആ യാത്രയെന്നാർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. ശൈത്യകാലം അതിന്റെ അവസാനത്തിലേക്കടുത്തുകൊണ്ടിരുന്നു. തണുപ്പിന്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങി. മഞ്ഞുരുകി. കുന്നുകളിൽ പുല്ലിന്റെ പച്ചപ്പ് നേരിയ തോതിൽ പ്രത്യക്ഷപ്പെട്ടു. പോർട്ട് സാൻ ജൂലിയനിലെ ആ നീണ്ട ഭയാനകമായ 5 മാസങ്ങൾക്ക് ശേഷം യാത്ര പുനരാരംഭിക്കാൻ സമയമായെന്ന് മഗല്ലൻ തീരുമാനിച്ചു. പക്ഷേ ആ തണുത്തുറഞ്ഞ തീരത്ത് കലാപത്തിന്റെ ചോരപ്പാടുകൾ മായും മുൻപ് തന്നെ അവർക്ക് മറ്റൊരു നഷ്ടം കൂടി സംഭവിച്ചു. മുന്നോട്ട് യാത്ര ചെയ്യുന്നതിനു മുൻപ് തീരപ്രദേശങ്ങൾ നിരീക്ഷിക്കാനും തങ്ങൾ അന്വേഷിക്കുന്ന ആ കടലിടുക്ക് അടുത്തെവിടെയെങ്കിലുമുണ്ടോ എന്ന് പരിശോധിക്കാനും മഗല്ലൻ ഒരു പദ്ധതിയിട്ടു. അതിനായി കപ്പൽക്കൂട്ടത്തിലെ ഏറ്റവും ചെറുതും വേഗതയുമേറിയതുമായ സാന്റിയാഗോ എന്ന കപ്പലിനെ അതിന്റെ ക്യാപ്റ്റനായ ജുവാൻ സെറാനോയുടെ നേതൃത്വത്തിൽ തെക്കോട്ടയച്ചു. അതൊരു അപകടം പിടിച്ച ദൗത്യമായിരുന്നു. ആ പ്രദേശത്തെ ഭൂപടങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. സാന്റിയാഗോ തെക്കോട്ട് യാത്ര തിരിച്ചു. ദിവസങ്ങളോളം അവർ തീരം ചേർന്ന് സഞ്ചരിച്ചു. 60 മൈലുകൾക്കപ്പുറം അവരൊരു വിശാലമായ നദീമുഖം കണ്ടെത്തി. സാന്റക്രൂസ് നദിയെ നിന്നറിയപ്പെടുന്ന ആ നദി. അവരാ നദിയിലേക്ക് പ്രവേശിച്ചു. മത്സ്യസമ്പുഷ്ടമായ ആ പ്രദേശം കണ്ടപ്പോൾ അതൊരു നല്ല ശൈത്യകാല താവളമാക്കാമെന്ന് ക്യാപ്റ്റൻ സെറാനോ കരുതി. എന്നാൽ മഗല്ലന്റെ ഉത്തരവ് മുന്നോട്ടു പോകാനായിരുന്നു. അവർ യാത്ര തുടർന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ആകാശം കറുത്തിരുണ്ടു. തണുത്ത കാറ്റൊരു കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. ഭീമാകാരമായ തിരമാലകൾ ആ ചെറിയ കപ്പലിനെ പന്താടുന്നതുപോലെ എടുത്തുയർത്തി. കപ്പലിന്റെ ചുക്കാൻ നിയന്ത്രിക്കാൻ നാവികർ പാടുപെട്ടു. ഒരു വലിയ തിരമാലയുടെ ആഘാതത്തിൽ ചുക്കാൻ തകർന്നുപോയി. നിയന്ത്രണം നഷ്ടപ്പെട്ട സാന്റിയാഗോ ഒരു കളിപ്പാട്ടം പോലെ തിരമാലകളിൽ ഉഴറി മൂർച്ചയാർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ തീരത്തേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാവികർ തങ്ങളുടെ ജീവനുവേണ്ടി പ്രാർത്ഥിച്ചു. അധികം വൈകാതെ ആർത്തളച്ചുവന്ന ഒരു തിരമാല കപ്പലിനെ പാറക്കെട്ടുകളിൽ കൊണ്ടിടിച്ചു. മരപ്പലകകൾ വലിയ ശബ്ദത്തോടെ പിളർന്ന ശബ്ദം മുഴങ്ങി. കപ്പൽ തകർന്നു. പക്ഷേ അവിശ്വസനീയമായ ഭാഗ്യം കൊണ്ട് ആ കപ്പലിലുണ്ടായിരുന്ന 37 നാവികരിൽ ഒരാൾ പോലും മരിച്ചില്ല. അവർ തകർന്ന കപ്പലിന്റെ പലകകളിൽ പിടിച്ചുകിടന്നും നീന്തിയും ആ തണുത്തുറഞ്ഞ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെട്ടു. അവർ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊറ്റപ്പെട്ടുപോയി. നനഞ്ഞ വസ്ത്രങ്ങളുമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ ആ വിജനമായ തീരത്തവർ കുടുങ്ങി. തിരികെ പോർട്ട് സാൻ ജൂലിയനിലേക്ക് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ തരിശുഭൂമിയിലൂടെ തണുപ്പും വിശപ്പും സഹിച്ച് നടക്കുക എന്നത് അസാധ്യമായിരുന്നു. എങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടില്ല. തകർന്ന കപ്പലിൽ നിന്ന് ഒഴുകി നടന്ന വീപ്പകളിൽ ചിലത് അവർക്ക് തീരത്തുനിന്ന് കിട്ടി. അതിൽ കുറച്ച് ബിസ്ക്കറ്റും വീഞ്ഞുമുണ്ടായിരുന്നു.
അതായിരുന്നു അവരുടെ ആകെയുണ്ടായിരുന്ന ഭക്ഷണം. ദിവസങ്ങളോളം അവർ ആ തീരത്ത് സഹായം പ്രതീക്ഷിച്ചിരുന്നു. ആരും വന്നില്ല. അവസാനം അവരിൽ ഏറ്റവും ആരോഗ്യമുള്ള രണ്ടുപേർ ഒരു സാഹസത്തിന് മുതിർന്നു. പോർട്ട് സാൻ ജൂലിയനിലേക്ക് നടന്നുപോയി വിവരമറിയിക്കുക. അതൊരു മരണയാത്രയാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും മറ്റു വഴികളുണ്ടായിരുന്നില്ല. 11 ദിവസമെടുത്തു ആ രണ്ടു മനുഷ്യർക്ക് തങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ. വിശപ്പും ദാഹവും തണുപ്പും കൊണ്ടവർ മരിക്കാറായിരുന്നു. വഴികണ്ട ചെടികളുടെ വേരുകളും ചെറിയ ഇഴജന്തുക്കളെയും തിന്നാണ് അവർ ജീവൻ നിലനിർത്തിയത്. അവർ കൊണ്ടുവന്ന വാർത്ത കേട്ട് മഗല്ലൻ ഉടനെ ഒരു രക്ഷാപ്രവർത്തക സംഘത്തെ അയച്ചു. ദിവസങ്ങൾക്കു ശേഷം സാന്റിയാഗോയിലെ ബാക്കിയുള്ള നാവികരെയും രക്ഷപ്പെടുത്തി പോർട്ട് സാൻ ജൂലിയനിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. അവർക്കൊരു കപ്പൽ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. അതൊരു ചെറിയ വിജയമായിരുന്നു. 1520 ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാക്കിയുള്ള 4 കപ്പലുകൾ പോർട്ട് സാൻ ജൂലിയനിൽ നിന്നും യാത്ര തിരിച്ചു. അവർ സാന്താക്രൂസ് നദീമുഖത്ത് അല്പകാലം തങ്ങി വീണ്ടും തെക്കോട്ട് നീങ്ങി. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഭയത്തോടൊപ്പം ഒരുതരം നിസ്സംഗതയും പടർന്നിരുന്നു. എന്തു വന്നാലും നേരിടാൻ അവർ തയ്യാറായിരുന്നു. ഒക്ടോബർ 21, 1520 സെയിന്റ് ഉർസുലയുടെ ഓർമ്മ ദിവസം. അന്നും പതിവ് പോലെയൊരു ദിവസമായിരുന്നു. എന്നാൽ അന്നവർ ഒരു വലിയ മുനമ്പ് കേപ്പ് കണ്ടു. ആ മുനമ്പിനെ മഗല്ലൻ കേപ്പ് ഓഫ് ദി 11,000 വെർജിൻസ് എന്നു പേരിട്ടു. ആ മുനമ്പിനപ്പുറം പടിഞ്ഞാറോട്ട് നീണ്ടുകിടക്കുന്ന ഒരു ഉൾക്കടൽ പോലെ ഒരു ജലാശയം അവർ കണ്ടു. അതൊരു സാധാരണ ഉൾക്കടലാണോ അതോ തങ്ങൾ 1 വർഷമായി തിരയുന്ന ആ രഹസ്യപാതയാണോ? ഉറപ്പില്ലായിരുന്നു. മഗല്ലൻ കപ്പലുകളെ 2ആയി വിഭജിച്ചു. സാൻ അന്തോണിയോ, കോൺസെപ്സിയോൺ എന്നീ കപ്പലുകളോട് ആ ജലാശയത്തിലേക്ക് പ്രവേശിച്ച് 5 ദിവസത്തിനുള്ളിൽ തിരികെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ട്രിനിഡാഡും വിക്ടോറിയയും പ്രവേശന കവാടത്തിൽ കാത്തുനിന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഉള്ളിലേക്ക് പോയ കപ്പലുകൾ തിരിച്ചു വന്നില്ല. 5-ാം ദിവസം രാത്രിയായപ്പോൾ മഗല്ലൻ ഭയന്നു തുടങ്ങി. ആ കപ്പലുകളും ഒരു കൊടുങ്കാട്ടിൽപ്പെട്ട് തകർന്നിരിക്കുമോ? അതോ അവർ തന്നെ ഉപേക്ഷിച്ച് സ്പെയിനിലേക്ക് തിരികെ പോയിരിക്കുമോ? 5-ാം ദിവസം രാത്രി ദൂരെ ഒരു വെളിച്ചം കണ്ടു, ഒരു പുക. അതുള്ളിലേക്ക് പോയ കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതിന്റെ സൂചനയാണെന്ന് മഗല്ലൻ കരുതി. എന്നാൽ അടുത്ത പ്രഭാതത്തിൽ ആ 2 കപ്പലുകളും പായകൾ വിരിച്ച് പതാകകൾ വീശി വെടിമുഴക്കിയ ആഹ്ലാദത്തോടെ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അവർ ആ പാത കണ്ടെത്തിയിരുന്നു. അതൊരടഞ്ഞ ഉൾക്കടലായിരുന്നില്ല. ശക്തമായ വേലിയേറ്റവും ഒഴുക്കും ഉണ്ടായിരുന്നു. വെള്ളത്തിന് ഉപ്പുരസമുണ്ടായിരുന്നു. എത്ര ദൂരം പോയിട്ടും ആ ജലാശയത്തിന് ഒരവസാനം കണ്ടെത്താൻ അവർക്കു കഴിഞ്ഞില്ല. അത് പടിഞ്ഞാറോട്ട് അടുത്ത സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുകയായിരുന്നു. അന്തോണിയോ പിഗഫറ്റ എഴുതി. ആ വാർത്ത കേട്ടപ്പോൾ ക്യാപ്റ്റൻ ജനറൽ മഗല്ലൻ ആനന്ദം കൊണ്ട് കരഞ്ഞുപോയി. 1 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക്, കലാപങ്ങൾക്ക്, മരണങ്ങൾക്ക്, പട്ടിണിക്ക് എല്ലാത്തിനും ഫലം കണ്ടിരിക്കുന്നു. അവർ ആ കടലിടുക്ക് കണ്ടെത്തി. ചരിത്രത്തിലാദ്യമായി അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്കൊരു വഴി തുറന്നിരിക്കുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആ കടലിടുക്ക് ഒരു ലളിതമായ വഴിയായിരുന്നില്ല. അതൊരു കെണിയായിരുന്നു. 600 കിലോമീറ്റർ നീളമുള്ള, വളഞ്ഞുപുളഞ്ഞ, ഇരുവശത്തും മഞ്ഞുമൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട, ശക്തമായ അടിയൊഴുക്കുകളും അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളുമുള്ള ഒരു ഭീകരമായ ലാബിരിന്ത്. ആ പാതയിലൂടെയുള്ള യാത്ര അവരുടെ യാത്രയിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഭാഗമാകാൻ പോകുകയായിരുന്നു. അവർ ആ അജ്ഞാത ജലാശയത്തിലേക്ക് പ്രവേശിച്ചു. അതൊരു തുറന്ന കടലിലേക്കുള്ള യാത്രയായിരുന്നില്ല, മറിച്ച് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് തുറക്കുന്ന ഒരു തുരങ്കത്തിലേക്കെന്നതുപോലെയായിരുന്നു ആ പ്രവേശനം. ഇരുവശത്തും ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന മഞ്ഞുമൂടിയ പർവ്വതനിരകൾ. അവയ്ക്കിടയിലൂടെ ഒരു ഞരമ്പുപോലെ വളഞ്ഞുപുളഞ്ഞു പോകുന്ന കറുത്ത ജലം. വെള്ളത്തിന് കറുപ്പ് നിറമായിരുന്നു. ആഴമെത്രയുണ്ടെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്തത്ര കറുപ്പ്. സൂര്യപ്രകാശത്തിന് താഴെ എത്താൻ കഴിയാത്ത ആഴങ്ങളിൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ആ ജലം ഒളിക്കിച്ചുണ്ടാവുക? കപ്പലുകൾ ആ ഇടുങ്ങിയ പാതയിലൂടെ മെല്ലെ നീങ്ങുമ്പോൾ ഒരുതരം ഭയാനകമായ നിശബ്ദത അവരെ പൊതിഞ്ഞു. സാധാരണയായി കടലിൽ കേൾക്കുന്ന തിരമാലകളുടെ ഇരമ്പില്ല. കരയിൽ നിന്നും പക്ഷികളുടെ ശബ്ദമില്ല. കപ്പലുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന കാറ്റിന്റെ ശബ്ദം ഒരു വിലാപം പോലെ തോന്നി. നാവികർ അധികം സംസാരിച്ചില്ല. അവർ ചുറ്റുമുള്ള പർവ്വതങ്ങളെ ഭയത്തോട് നോക്കി.
എപ്പോൾ വേണമെങ്കിലും ഒരു കൊടുങ്കാറ്റ് വരാം, അല്ലെങ്കിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീഴാം. ഈ കെണിയിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരു വഴിയുണ്ടോ എന്നുപോലും അവർക്ക് സംശയമായി. രാത്രിയുടെ നിശബ്ദതയിൽ തെക്കേ തീരത്ത് ദൂരെയായി അവർ ചെറിയ തീനാളങ്ങൾ കണ്ടു. നിരനിരയായി മിന്നാമിന്നുങ്ങളെപ്പോലെ ആ ഇരുണ്ട ഭൂമിയിൽ അവ മിന്നിമറയുന്നുണ്ടായിരുന്നു. ആരായിരുന്നു ആ തീ കൂട്ടുന്നത്? മനുഷ്യരോ അധോ ആത്മാക്കളോ? ആ തണുത്തുറഞ്ഞ ഭൂമിയിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. മഗലൻ ആ നാടിന് ടിയറ ഡെൽ ഫ്യൂഗോ എന്നു പേരിട്ടു, അഗ്നിഭൂമി. ആ പേര് ഇന്നും ആ പ്രദേശത്തിന് നിലനിൽക്കുന്നു. കടലിടുക്ക് പല ശാഖകളായി പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഏതാണ് ശരിയായ വഴിയെന്ന് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. ഓരോ ശാഖയും ഒരു കെണിയായിരുന്നു. ചിലത് ഒരു ഉൾക്കടലിൽ ചെന്ന് അവസാനിക്കും. അവിടെ നിന്ന് തിരികെ വരാൻ ദിവസങ്ങളെടുക്കും. മഗലൻ വീണ്ടും കപ്പലുകളെ രണ്ടായി തിരിച്ചു. സാൻ അന്തോണിയോയും കോൺസെപ്സിയോണും ഒരു വഴിയിലൂടെയും ട്രിനിഡാഡും വിക്ടോറിയയും മറ്റൊരു വഴിയിലൂടെയും പോയി പരിശോധിക്കാൻ തീരുമാനിച്ചു. സാൻ അന്തോണിയോ എന്ന കപ്പൽ ആ കപ്പൽക്കൂട്ടത്തിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ ഭക്ഷണസാധനങ്ങൾ ശേഖരിച്ചു വെച്ചതുമായിരുന്നു. അതിന്റെ പൈലറ്റ് എസ്തേബാൻ ഗോമസ് എന്ന പോർച്ചുഗീസുകാരനായിരുന്നു. അയാൾക്ക് ഈ യാത്രയിൽ തുടക്കം മുതൽക്കേ താൽപ്പര്യമില്ലായിരുന്നു. മഗലന്റെ പദ്ധതി ഒരു ഭ്രാന്താണെന്നും സുഗന്ധവ്യഞ്ജന ദ്വീപുകൾ കണ്ടെത്താതെ എല്ലാവരും പട്ടിണി കിടന്നു മരിക്കുമെന്നും അയാൾ വിശ്വസിച്ചു. പോർട്ട് സാൻ ജൂലിയനിലെ കലാപത്തിൽ അയാൾ പങ്കെടുത്തില്ല. പക്ഷേ അയാളുടെ മനസ്സിൽ കലാപത്തിന്റെ തീ അണഞ്ഞിരുന്നില്ല. മഗലന്റെ കപ്പലുകളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ ഗോമസ് തന്റെ അവസരം ഉപയോഗിച്ചു. അയാൾ കപ്പലിലെ മറ്റു ഓഫീസർമാരുമായി സംസാരിച്ചു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ മഞ്ഞുമലകൾക്കിടയിൽ മരിക്കാനോ? നമ്മുടെ കപ്പലിൽ സ്പെയിനിലേക്ക് തിരികെ പോകാൻ ആവശ്യമായ ഭക്ഷണമുണ്ട്. നമുക്ക് തിരികെ പോകാം. ഈ ഭ്രാന്തിൽ നിന്നും രക്ഷപ്പെടാം. ക്ഷീണിച്ചും ഭയന്നുമിരുന്ന നാവികരിൽ ഭൂരിഭാഗവും അയാളെ പിന്തുണച്ചു. മഗലന്റെ വിശ്വസ്തനും ബന്ധുവുമായ കപ്പലിന്റെ ക്യാപ്റ്റൻ അൽവാരോ ദി മെസ്കിറ്റ ഇതിനെ എതിർത്തു. എന്നാൽ ഗോമസും കൂട്ടായ്മയും അയാളെ കീഴ്പ്പെടുത്തി. വീണ്ടും ചങ്ങലക്കിട്ടു. പോർട്ട് സാൻ ജൂലിയനിലെ അതേ സംഘം ആവർത്തിച്ചു. അവർ കപ്പൽ തിരിച്ചു. വന്ന വഴിയിലൂടെ യൂറോപ്പിന്റെ സുരക്ഷിതത്വത്തിലേക്ക് രഹസ്യമായി യാത്ര തിരിച്ചു. മഗല്ലൻ തന്റെ കപ്പലുമായി നിശ്ചയിച്ച സ്ഥലത്ത് കാത്തുനിന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാൻ അന്റോണിയോ തിരിച്ചെത്തിയില്ല. ഒരുപക്ഷേ വഴിതെറ്റിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടിരിക്കാം. മഗല്ലൻ പ്രതീക്ഷ കൈവിട്ടില്ല. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ ആ ക്രൂരമായ സത്യം അയാൾക്ക് മനസ്സിലായി. അവർ വീണ്ടും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ കപ്പൽ ഭക്ഷണത്തിന്റെ വലിയൊരു പങ്കും വഹിച്ചുകൊണ്ട് അവരെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. നാവികരുടെ മനോവീര്യം തകർന്നു. ഇനി മുന്നോട്ടു പോയാൽ പട്ടിണി മരണം ഉറപ്പാണ്. തിരികെ പോകുക, അതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഈ സാഹചര്യത്തിൽ മഗല്ലൻ തന്റെ ശേഷിച്ച 3 കപ്പലുകളിലെയും ക്യാപ്റ്റന്മാരെയും പ്രധാന നാവികരെയും വിളിച്ചുകൂട്ടി. ഒരുപക്ഷേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാഷണമായിരുന്നു അത്. അയാൾ അവരോട് ചോദിച്ചു, നമ്മുടെ ഒരു കപ്പൽ നഷ്ടമായിരിക്കുന്നു. ഭക്ഷണസാധനങ്ങൾ വളരെ കുറവാണ്. മുന്നോട്ടുള്ള വഴി എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് നമുക്കറിയില്ല. നമുക്ക് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ തിരികെ സ്പെയിനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ കടലിടുക്ക് കടന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരാം. പട്ടിണി കിടക്കേണ്ടി വന്നാലും എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവിടെ ഒരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും മുഖത്ത് ഭയമുണ്ടായിരുന്നു. എന്നാൽ മഗല്ലന്റെ നിശ്ചയദാർഢ്യം അവരിലേക്ക് പകർന്നു. ഒരുപക്ഷേ തിരികെ പോയാലും സ്പെയിനിലെത്തിയാം രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുമെന്ന് അവർ ഭയന്നിരിക്കാം. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള ആ അസുലഭ അവസരം നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചില്ലായിരിക്കാം. അവസാനം അവർ ഒറ്റക്കെട്ടായി ആ തീരുമാനം പറഞ്ഞു: മുന്നോട്ടു പോകാം. ആ തീരുമാനത്തിനു ശേഷം അവർ യാത്ര തുടർന്നു. ഓരോ ദിവസവും ഒരു യുദ്ധം പോലെയായിരുന്നു. എന്നാൽ 38 ദിവസത്തെ ആ നരകയാതനകൾക്ക് ശേഷം 1520 നവംബർ 28 ഒരു പ്രഭാതത്തിൽ അവർ അത് കണ്ടു. വളഞ്ഞുപുളഞ്ഞ മലയിടുക്കുകൾ അവസാനിക്കുന്നിടത്ത് അനന്തമായി പരന്നുകിടക്കുന്ന ഒരു പുതിയ സമുദ്രം. അറ്റ്ലാന്റിക്കിലെ പ്രക്ഷുബ്ധമായ തിരമാലകളിൽ നിന്നും വ്യത്യസ്തമായി ആ സമുദ്രം അപ്പോൾ ശാന്തമായിരുന്നു. ആകാശം തെളിഞ്ഞ നീലനിറത്തിൽ പരന്നുകിടന്നു. നേർത്ത കാറ്റ് പായികളെ മെല്ലെ തലോടി കപ്പലുകളെ മുന്നോട്ടു നയിച്ചു. മാസങ്ങളോളം മഞ്ഞുമലകൾക്കിടയിലെ ഇരുണ്ട ഇടനാഴികളിലൂടെ സഞ്ചരിച്ച നാവികർക്ക് അതൊരു പുതിയ ഉണർവായിരുന്നു.
സൂര്യന്റെ ഊഷ്മളമായ വെളിച്ചം അവരുടെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ആശ്വാസം പകർന്നു. ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സുഗന്ധവ്യഞ്ജന ദ്വീപുകളിലെത്താമെന്നും അവിടെ നിന്നും ധാരാളം സമ്പത്തുമായി സ്പെയിനിലേക്ക് മടങ്ങാമെന്നും അവർ സ്വപ്നം കണ്ടു. അവരുടെ കയ്യിലുണ്ടായിരുന്ന തെറ്റായ ഭൂപടങ്ങൾ പറഞ്ഞത് അതായിരുന്നു. എന്നാൽ ആ സ്വപ്നം ഒരു മരീചികയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി, ആഴ്ചകൾ മാസങ്ങളായി മാറി, കരയുടെ ഒരു തുരുമ്പ് പോലും കാണാനില്ല. മുന്നോട്ടു പോകുന്തോറും ഒരേ കാഴ്ച മാത്രം: അനന്തമായ നീലക്കടലും അതിനു മുകളിൽ അനന്തമായ നീലയാകാശവും. അവർ പ്രവേശിച്ചത് ഒരു ചെറിയ കടലിലായിരുന്നില്ല, മറിച്ച് ഭൂമിയിലെ കരഭാഗങ്ങളെല്ലാം ചേർത്തുവച്ചാലും വലിപ്പം കൂടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാസമുദ്രത്തിലേക്കായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂപടങ്ങളിൽ ആ സമുദ്രം ഒരു ചെറിയ നീർച്ചാൽ പോലെയായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. യാഥാർത്ഥ്യം അവരെ ഭയപ്പെടുത്തി തുടങ്ങി. ഭക്ഷണസാധനങ്ങൾ പൂർണ്ണമായും തീർന്നു. സാൻ അന്റോണിയോയുടെ നഷ്ടം ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി അവരെ വേട്ടയാടാൻ തുടങ്ങി. കപ്പലുകളിൽ ബാക്കിയുണ്ടായിരുന്നത് പുഴുവരിച്ച പൊടിഞ്ഞുപോയ ബിസ്ക്കറ്റുകൾ മാത്രമായിരുന്നു. അതിന്റെ ഗന്ധം അസഹനീയമായിരുന്നു. വെള്ളം മഞ്ഞ നിറത്തിലായി ചീഞ്ഞഴിഞ്ഞ ദുർഗന്ധം വമിച്ചു. നാവികർ വിശപ്പടക്കാൻ എന്തും കഴിക്കാൻ തയ്യാറായി. അവർ കപ്പലിലെ എലികളെ പിടിച്ചു തിന്നു. ഒരെലിക്ക് 1/2 ഡ്യൂക്കാറ്റ് വരെ വിലയുണ്ടായിരുന്നു അന്ന്. എലികൾ തീർന്നപ്പോൾ അവർ പായ്മരങ്ങളിൽ കയറുകൾ പൊതിയാൻ ഉപയോഗിച്ചിരുന്ന തുകൽ അഴിച്ചെടുത്തു. ദിവസങ്ങളോളം കടൽവെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കനലിലിട്ട് ചുട്ടെടുത്ത് കഴിച്ചു. കപ്പലിലെ മരപ്പലകകളിൽ നിന്നും ചിന്തേര് ചുരണ്ടിയെടുത്ത് അതും തിന്നു. പട്ടിണിയേക്കാൾ ഭീകരമായ മറ്റൊരു വിപത്ത് അവരെ പിടികൂടി: സ്കർവി. വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ആ രോഗം നാവികരുടെ പേടിസ്വപ്നമായിരുന്നു. ആദ്യം മോണകൾ വീർത്ത് രക്തം വരും തുടങ്ങും. പല്ലുകൾ ഇളകിയാടി അവസാനം കൊഴിഞ്ഞുപോകും. ശരീരത്തിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടും. സന്ധികൾ വീർത്ത് നടക്കാൻ പോലും കഴിയാതെയാകും. അവസാനം ഒരു വേദന നിറഞ്ഞ മരണം. ഓരോ ദിവസവും 1-2 പേർ വീതം മരിച്ചു വീഴും. മരിച്ചവരുടെ ശരീരങ്ങൾ ഒരു ചെറിയ പ്രാർത്ഥനയോടെ ആ ശാന്തസമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവർക്ക് തങ്ങളുടെ ഊഴം കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ കപ്പലുകൾ പ്രേതക്കപ്പലുകൾ പോലെയായി. മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ മനുഷ്യർ കപ്പലിന്റെ തട്ടിൽ ഒന്നിനും ശക്തിയില്ലാതെ കിടന്നു. ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമുണ്ടായിരുന്നില്ല. കപ്പലോടിക്കാൻ ആവശ്യമായ ആളുകൾ പോലും കുറവായിരുന്നു. അന്തോണിയോ പിഗഫെറ്റ എഴുതി: ദൈവമേ, ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടദാനങ്ങൾ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആകെ ആരോഗ്യം ബാക്കിയുണ്ടായിരുന്നത് മഗല്ലനു മാത്രമായിരുന്നു. അയാൾ സ്കർവിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കൂടെ കരുതിയിരുന്ന ഒരു പ്രത്യേകതരം പഴം ക്വിൻസ് കഴിച്ചതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അയാൾ തളർന്നില്ല. തളർന്നാൽ ബാക്കിയുള്ളവരുടെ അവസാന പ്രതീക്ഷയും നശിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ 98 ദിവസങ്ങൾ, 3 മാസവും 20 ദിവസവും കരകാണാതെയുള്ള ആ നരകയാത്ര. ഒടുവിൽ 1521 മാർച്ച് 6-ന് കാവൽക്കാരന്റെ ക്ഷീണിച്ച ശബ്ദമുയർന്നു: കര. എല്ലാവരും വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമ്മി നോക്കി. ദൂരെ ഒരു പച്ചത്തുരുത്ത്. അതൊരു ദ്വീപായിരുന്നു. അവർ ജീവനോടെ കരയെത്തിയിരിക്കുന്നു. ഇന്നത്തെ ഗുവാം ദ്വീപായിരുന്നു അത്. അവർ ദ്വീപിനടുത്തേക്ക് കപ്പലുകൾ അടുപ്പിച്ചപ്പോൾ നൂറുകണക്കിന് ചെറിയ വള്ളങ്ങൾ, പ്രൂസ്, അവരെ പൊതിഞ്ഞു. ചമോറോ എന്നറിയപ്പെടുന്ന ആ ദ്വീപുകളിലെ നിവാസികൾ കൗതുകത്തോടെ കപ്പലുകളിലേക്ക് ഇരച്ചുകയറി. അവർ നാവികർക്ക് ഭക്ഷണവും വെള്ളവും നൽകി. പക്ഷേ യൂറോപ്യൻ സങ്കല്പത്തിലെ സ്വകാര്യ സ്വത്ത് എന്ന ആശയം അവർക്കന്യമായിരുന്നു. കപ്പലിൽ കണ്ടതെല്ലാം ഇരുമ്പുകൊണ്ടുള്ള ആണികൾ മുതൽ ചെറിയ ബോട്ടുകൾ വരെ അവരെടുക്കാൻ തുടങ്ങി. നാവികരുടെ കണ്ണിൽ അത് മോഷണമായിരുന്നു. മഗല്ലന്റെ പ്രധാന കപ്പലിൽ നിന്നും ഒരു ചെറിയ ബോട്ട് അവർ കൊണ്ടുപോയപ്പോൾ മഗല്ലന്റെ സഹനശക്തി നശിച്ചു. ക്ഷീണിതനായിരുന്നെങ്കിലും അയാളൊരു സൈനിക സംഘവുമായി കരയിറങ്ങി. അവരാ ഗ്രാമം ആക്രമിച്ചു. കുടിലുടക്ക് തീയിട്ടു. 7ഓളം ദ്വീപുവാസികളെ കൊലപ്പെടുത്തി. തങ്ങളുടെ ബോട്ട് തിരികെ പിടിച്ചു. ആ ദ്വീപുകൾക്ക് മഗല്ലൻ ഒരു പുതിയ പേരിട്ടു: ഐലാസ് ഡി ലോ ലാഡ്രോൺസ്, കള്ളന്മാരുടെ ദ്വീപുകൾ. ഈ ആദ്യത്തെ കണ്ടുമുട്ടൽ യൂറോപ്യൻ സംസ്കാരവും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ സംസ്കാരങ്ങളും തമ്മിലുള്ള വരാനിരിക്കുന്ന രക്തരൂഷിതമായ സംഘർഷങ്ങളുടെ ഒരു തുടക്കമായിരുന്നു. അവിടെ നിന്നും യാത്ര തിരിച്ച അവർക്ക് സ്കർവി ബാധിക്കാത്ത ആരോഗ്യമുള്ള മനുഷ്യരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഈ ദ്വീപുകളിൽ എവിടെയോ തങ്ങൾ അന്വേഷിക്കുന്ന കിഴക്കിന്റെ സമ്പന്നമായ ലോകം അടുത്തുതന്നെയുണ്ട്.
10 ദിവസങ്ങൾക്ക് ശേഷം 1521 മാർച്ച് 16 അവർ മറ്റൊരു ദ്വീപസമൂഹത്തിന്റെ തീരത്തെത്തി. വലിയ ദ്വീപുകൾ, പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ മനുഷ്യർ. അവർ ഫിലിപ്പീൻസിലെത്തിയിരുന്നു, ഏഷ്യയുടെ തീരത്ത്. ലോകം ചുറ്റിയുള്ള യാത്രയുടെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ആ മനോഹരമായ ദ്വീപുകളിലൊന്നിൽ അവരുടെ ക്യാപ്റ്റൻ ജനറലിന്റെ അന്ത്യം കാത്തിരിപ്പുണ്ടെന്ന്. ശാന്തസമുദ്രത്തിലെ ആ ഭീകരമായ ഏകാന്തതയ്ക്കും പട്ടിണിക്കും മരണങ്ങൾക്കും ശേഷം ഫിലിപ്പീൻസിലെ ദ്വീപുകൾ ഒരു സ്വർഗം പോലെയായിരുന്നു. കപ്പലുകൾ ഹൊമോൻ ഹോൺ എന്ന ജനവാസമില്ലാത്ത ഒരു ദ്വീപിൽ നങ്കൂരമിട്ടു. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി നാവികർ ശുദ്ധജലത്തിൽ കുളിച്ചു. അവർക്ക് ചുറ്റും പച്ചപ്പായിരുന്നു, തെങ്ങുകളും മാവുകളും പലതരം ഫലവൃക്ഷങ്ങളും നിറഞ്ഞ കാടുകൾ. അവർ പുതിയ പഴങ്ങൾ ആവോളം കഴിച്ചു, തെളിനീറുറവുകളിൽ നിന്നും വെള്ളം കുടിച്ചു. അവരുടെ ക്ഷീണിച്ച ശരീരങ്ങളിലേക്ക് ജീവൻ തിരികെ വരികയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അടുത്തുള്ള ഒരു ദ്വീപിൽ നിന്നും കുറച്ച് മീൻപിടിക്കാർ ഒരു ചെറിയ വള്ളത്തിൽ അങ്ങോട്ട് വന്നു. അവർ സൗഹൃദപരമായി പുഞ്ചിരിച്ചു. ഭാഷ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ അപ്പോഴാണ് ആ യാത്രയുടെ ഗതിയെ നിർണയിച്ച ഒരു നിമിഷം സംഭവിച്ചത്. മഗല്ലന്റെ കപ്പലിൽ ഒരാളുണ്ടായിരുന്നു, മലക്കായിൽ നിന്നുള്ള എൻറിക്. വർഷങ്ങൾക്ക് മുൻപ് മഗല്ലൻ ഒരടിമയായി വാങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. മഗല്ലൻ പോകുന്നിടത്തെല്ലാം ഒരു നിഴൽ പോലെ ഒരു പരിഭാഷകനായി എൻറിക്കും കൂടെയുണ്ടായിരുന്നു. അവൻ ആ മീൻപിടിക്കാരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അവർക്കത് മനസ്സിലായി. അവർ മറുപടി പറഞ്ഞു. എൻറിക്കിനത് മനസ്സിലായി. ആ നിമിഷം ആ ചെറിയ ദ്വീപിന്റെ തീരത്ത് ചരിത്രം പൂർണ്ണമായി. ഭൂമിയുടെ മറുഭാഗത്തു നിന്ന് യാത്ര തുടങ്ങിയ എൻറിക് ഇപ്പോൾ തന്റെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർ സുഗന്ധവ്യഞ്ജന ദ്വീപുകൾക്ക് വളരെ അടുത്താണെന്നാണ്. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് കിഴക്കെത്താമെന്ന മഗല്ലന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ലോകം ചുറ്റി ആദ്യമായി സഞ്ചരിച്ച മനുഷ്യൻ സാങ്കേതികമായി ആ നിമിഷം എൻറിക്കായി മാറി. മഗല്ലന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. താൻ വിജയിച്ചിരിക്കുന്നു. ആദ്യത്തെ സൗഹൃദപരമായ കണ്ടുമുട്ടലിന് ശേഷം അവർ കൂടുതൽ വലിയ ദ്വീപുകളിലേക്ക് യാത്രയായി. അവർ ലിമാസാവ എന്ന ദ്വീപിലെത്തി. അവിടുത്തെ രാജാവായിരുന്ന രാജാ കൊളംബു അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. സ്വർണ്ണാഭരണങ്ങളണിഞ്ഞ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ആ രാജാവ് മഗല്ലനുമായി രക്തം കലർത്തി സത്യം ചെയ്ത് സൗഹൃദം സ്ഥാപിച്ചു. അവർ യൂറോപ്പിൽ നിന്നും വന്നവരാണെന്നും തങ്ങളുടെ രാജാവായ ചാൾസ് അഞ്ചാമന്റെ സന്ദേശവുമായാണ് വന്നതെന്നും മഗല്ലൻ പറഞ്ഞു. ആ ദ്വീപുകളിൽ സ്വർണം സുലഭമാണെന്നവർ മനസ്സിലാക്കി. എന്നാൽ മഗല്ലന്റെ ലക്ഷ്യം സ്വർണമായിരുന്നില്ല, വ്യാപാരവും മതവുമായിരുന്നു. രാജാ കൊളംബുവിന്റെ ഉപദേശപ്രകാരം അവർ ആ പ്രദേശത്തെ ഏറ്റവും വലിയ വ്യാപാരകേന്ദ്രമായ സെബു എന്ന ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. 1521 ഏപ്രിൽ 7 മഗല്ലന്റെ 3 കപ്പലുകളും പീരങ്കികൾ മുഴക്കി പതാകകൾ ഉയർത്തിപ്പിടിച്ച് സെബു തുറമുഖത്തേക്ക് പ്രവേശിച്ചു. അതൊരു ശക്തിപ്രകടനമായിരുന്നു. സെബുവിലെ രാജാവായിരുന്ന രാജാ ഹുമാബോൺ ആദ്യം അമ്പരന്നു. ചൈനയിൽ നിന്നും സയാമിൽ നിന്നും വരുന്ന വ്യാപാര കപ്പലുകൾ പോലും തന്റെ തുറമുഖത്ത് ചുങ്കം കൊടുത്തിട്ടാണ് പ്രവേശിക്കുന്നതെന്നും നിങ്ങളും അത് ചെയ്യണമെന്നും അദ്ദേഹം ദൂതൻ വഴി അറിയിച്ചു. മഗല്ലൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെയാണ്. ഞങ്ങൾ ചുങ്കം കൊടുക്കാറില്ല, വാങ്ങാറേയുള്ളൂ. സമാധാനവുമായാണ് ഞങ്ങൾ വന്നതെങ്കിൽ സമാധാനം, യുദ്ധമാണ് വേണ്ടതെങ്കിൽ യുദ്ധം. തന്റെ കപ്പലുകളിലെ പീരങ്കികളുടെയും ഉരുക്കുവസ്ത്രങ്ങളണിഞ്ഞ സൈനികരുടെയും ശക്തിയെക്കുറിച്ച് അയാൾ വിവരിച്ചു. പേർഷ്യക്കാരെയും തുർക്കികളെയും തോൽപ്പിച്ച യൂറോപ്യൻ സൈന്യത്തിന്റെ വീരകഥകൾ അയാൾ പറഞ്ഞു. ആ വാക്കുകളിലെ ഭീഷണിയും എൻറിക്കിന്റെ സഹായത്തോടെ നടത്തിയ നയതന്ത്രപരമായ സംഭാഷണങ്ങളും ഫലം കണ്ടു. രാജ ഹുമാബോൺ സമാധാനത്തിന് തയ്യാറായി. അടുത്ത ദിവസങ്ങളിൽ മഗല്ലന്റെ ശ്രദ്ധ വ്യാപാരത്തിൽ നിന്നും മതത്തിലേക്ക് പൂർണ്ണമായും മാറി. ഒരു പര്യവേക്ഷകന്റെ സ്ഥാനത്ത് ഒരു മതപ്രചാരകനുണരുകയായിരുന്നു. അയാൾ ക്രിസ്തുമതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരേയൊരു ദൈവത്തെക്കുറിച്ചും
മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെയും നരകത്തെയും കുറിച്ചും അയാൾ വിശദീകരിച്ചു. അയാളുടെ വാക്കുകളിലെ തീക്ഷ്ണതയും യൂറോപ്യൻ ശക്തിയിലുള്ള മതിപ്പും ഒരുപക്ഷേ പുതിയൊരു സഖ്യകക്ഷിയെ ലഭിക്കുമെന്ന രാഷ്ട്രീയപരമായ കണക്കുകൂട്ടലും കാരണം രാജാ ഹുമാബോൺ ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറായി. ഏപ്രിൽ 14 സെബുവിന്റെ തീരത്ത് ഒരു വലിയ കുരിശ് സ്ഥാപിച്ചു. രാജാ ഹുമാബോണും രാജ്ഞിയും 800ഓളം പ്രജകളും ഒരുമിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതൊരു വലിയ ആഘോഷമായിരുന്നു. പീരങ്കികൾ മുഴങ്ങി, പതാകകൾ ഉയർന്നു. ഹുമാബോണിന് കാർലോസ് എന്നും രാജ്ഞിക്ക് ജ്വാന എന്നും പുതിയ പേരുകൾ നൽകി. മഗല്ലൻ രാജ്ഞിക്ക് ഉണ്ണിയേശുവിന്റെ ഒരു ചെറിയ പ്രതിമ സമ്മാനമായി നൽകി. ആ അത്ഭുതകരമായ വിജയം മഗല്ലനെ അഹങ്കാരിയാക്കി. തന്റെ കൂടെ ദൈവമുണ്ടെന്നും തനിക്കെന്തും നേടാൻ കഴിയുമെന്നും അയാൾ വിശ്വസിച്ചു. തന്റെ പുതിയ വിശ്വാസത്തിന്റെ ശക്തി തെളിയിക്കാൻ ഹുമാബോൺ ആഗ്രഹിച്ചു. സെബുവിന് ചുറ്റുമുള്ള ചെറിയ ദ്വീപുകളിലെ എല്ലാ തലവന്മാരും പുതിയ ദൈവത്തെയും സെബുവിലെ രാജാവിനെയും അംഗീകരിക്കണമെന്ന് അദ്ദേഹം കൽപ്പിച്ചു. ഭൂരിഭാഗം പേരും ഭയം കൊണ്ട് അതനുസരിച്ചു. എന്നാൽ തൊട്ടടുത്തുള്ള ചെറിയ ദ്വീപായ മക്താനിലെ ഒരു നേതാവ് മാത്രം ആ കൽപ്പനയെ പുച്ഛിച്ചു തള്ളി. മറ്റെല്ലാവരും തലകുനിച്ചപ്പോൾ ഒരാൾ മാത്രം നിവർന്നു നിന്നു. മക്താനിലെ ആ തലവൻ ലാപ്പുലാത്തു. അയാൾ ഹുമാബോണിന്റെ അധികാരത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒരു വിദേശിയുടെ ദൈവത്തിനു മുന്നിൽ തലകുനിക്കാനും തയ്യാറായില്ല. ഈ ധിക്കാരം മഗല്ലനെ പ്രകോപിപ്പിച്ചു. ഇതു ദൈവത്തോടുള്ള വെല്ലുവിളിയായി അയാൾ കണ്ടു. തന്റെ സ്പാനിഷ് സൈനികരുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് ഈ തദ്ദേശീയർക്ക് കാണിച്ചുകൊടുക്കാൻ ഇതൊരവസരമാണെന്ന് അയാൾ കരുതി. രാജാ ഹുമാബോൺ തന്റെ ആയിരക്കണക്കിന് യോദ്ധാക്കളെ മഗല്ലന്റെ സഹായത്തിന് നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ മഗല്ലൻ അഹങ്കാരത്തോടെ അത് നിരസിച്ചു. ദൈവവിശ്വാസമുള്ള 60 സ്പാനിഷ് പടയാളികൾക്ക് മുന്നിൽ ആയിരക്കണക്കിന് അവിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല, അയാൾ പറഞ്ഞു. ഈ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് ജയിക്കും. 1521 ഏപ്രിൽ 27 ആ പുലരിയിൽ മഗല്ലൻ 60ഓളം വരുന്ന തന്റെ സൈനികരുമായി 3 ബോട്ടുകളിൽ മക്താൻ ദ്വീപ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ആകാശത്ത് നക്ഷത്രങ്ങൾ അപ്പോഴും തിളങ്ങുകയായിരുന്നു. കടൽ ശാന്തമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ യാത്രകളിലൊന്നിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു മനുഷ്യന്റെ അഹങ്കാരം ഒരിതിഹാസത്തെ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു പ്രഭാതമായിരുന്നു അത്. അയാൾ കരുതിയത് അതൊരെളുപ്പമുള്ള വിജയമായിരിക്കുമെന്നാണ്. എന്നാൽ മക്താന്റെ തീരത്ത് 1000-ലധികം യോദ്ധാക്കളുമായി ലാപ്പുരാപ്പു എന്ന ആ ധീരനായ മനുഷ്യൻ അവർക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. മക്താന്റെ തീരത്തുനിന്നും ഏകദേശം ഒരമ്പെയ്ത്ത് ദൂരത്തിൽ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ആഴം കുറഞ്ഞ കടലിൽ മഗല്ലന്റെ ബോട്ടുകൾ നിന്നു. കപ്പലുകൾക്ക് കരയിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ അർത്ഥം കപ്പലുകളിലെ പീരങ്കികൾക്ക് യുദ്ധത്തിൽ സഹായിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അതായിരുന്നു മഗല്ലൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. തന്റെ ഉരുക്കു പടച്ചട്ടയണിഞ്ഞ തോക്കുകളും വാളുകളുമുള്ള സൈനികരുടെ മുന്നിൽ മരക്കൊമ്പും കല്ലുമായി നിൽക്കുന്ന ഈ കാട്ടാളർക്കെന്തു ചെയ്യാൻ കഴിയുമെന്ന അഹങ്കാരമായിരുന്നു അയാളെ നയിച്ചത്. സൂര്യൻ ഉദിച്ചുയർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രഭാതത്തിലെ നേർത്ത വെളിച്ചത്തിൽ മഗല്ലനും തന്റെ 49 സൈനികരും കുറച്ചുപേർ ബോട്ടുകൾ കാത്തുനിന്നു. അരയോളം വെള്ളത്തിലിറങ്ങി കരലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അവരുടെ കാലുകൾ വെള്ളത്തിനടിയിലെ മൂർച്ചയേറിയ പവിഴപ്പുറ്റുകളിൽ തട്ടിമുറിഞ്ഞു. ഭാരമേറിയ പടച്ചട്ടകൾ അവരുടെ നീക്കങ്ങളുടെ വേഗത കുറച്ചു. കരയിൽ നിശ്ശബ്ദരായി 1500-ലധികം യോദ്ധാക്കൾ 3 നിരകളിൽ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മുളകൊണ്ടുണ്ടാക്കിയ കൂർത്ത കുന്തങ്ങളും കല്ലുകളും കമ്പിലാൻ എന്നറിയപ്പെടുന്ന വലിയ വാളുകളുമുണ്ടായിരുന്നു. അവർ നിശ്ശബ്ദരായിരുന്നില്ല. അവരുടെ യുദ്ധത്തിന്റെ അലർച്ചകൾ ആ പ്രഭാതത്തെ ഭേദിച്ചു. കരയിലെത്തിയ മഗല്ലൻ യുദ്ധമൊഴിവാക്കാൻ അവസാനമായി ഒരു ശ്രമം നടത്തി. തന്റെ പരിഭാഷകൻ വഴി അയാൾ വിളിച്ചു പറഞ്ഞു, സെബുവിലെ രാജാവിനെയും സ്പെയിനിലെ രാജാവിനെയും യഥാർത്ഥ ദൈവത്തെയും അംഗീകരിക്കുക. അല്ലെങ്കിൽ ഈ വാളിന്റെ മൂർച്ച നിങ്ങളറിയും. ലാപ്പുലാപ്പുവിന്റെ മറുപടി ഒരു യുദ്ധകാഹളമായിരുന്നു. അവർ 4 പാടുനിന്നും സ്പെയിൻകാരെ ലക്ഷ്യമാക്കി കുന്തങ്ങളും കല്ലുകളും വിഷം പുരട്ടിയ അമ്പുകളും വർഷിക്കാൻ തുടങ്ങി. സ്പെയിൻകാരുടെ തോക്കുകൾ ആദ്യമൊക്കെ അവരെ ഭയപ്പെടുത്തി. അതിന്റെ ശബ്ദവും പുകയും കണ്ട് അവർ അല്പമൊന്ന് പിന്നോട്ടു മാറി. എന്നാൽ ഒരു തോക്ക് വെടിവെച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നിറയ്ക്കാൻ സമയമെടുക്കുമെന്നും അതിനിടയിൽ തങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുമെന്നും
അവർ പെട്ടെന്ന് മനസ്സിലാക്കി. സ്പെയിൻകാരുടെ ശരീരം പടച്ചട്ട കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ടെന്നും എന്നാൽ കാലുകൾ അങ്ങനെയല്ലെന്നും അവർ തിരിച്ചറിഞ്ഞു. അതോടെ ആക്രമണത്തിന്റെ രീതി മാറി. അവർ നിലംപറ്റിയിരുന്ന് സ്പെയിൻകാരുടെ കാലുകൾ ലക്ഷ്യമാക്കി കുന്തങ്ങൾ എറിയാൻ തുടങ്ങി. മഗല്ലൻ മുന്നിൽ നിന്ന് തന്റെ ആളുകളെ നയിക്കുകയായിരുന്നു. പിന്മാറരുത്, മുഖത്തു നോക്കി യുദ്ധം ചെയ്യൂ എന്നയാൾ അലറി. അതോടെ അയാൾ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യമായി. ഒരു വിഷം പുരട്ടിയ അമ്പ് അയാളുടെ വലതുകാലിൽ തറച്ചു. വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും അയാളത് വലിച്ചൂരി. യുദ്ധം തുടർന്നു. എന്നാൽ ആ മുറിവ് അയാളുടെ വേഗത കുറച്ചു. ഒരു യോദ്ധാവെറിഞ്ഞ മുളങ്കുന്തം അയാളുടെ മുഖത്ത് നെറ്റിയിലായി കൊണ്ടു. രക്തം കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങി. കാഴ്ച മങ്ങി. അയാൾ തന്റെ വാളെടുത്ത് ആ യോദ്ധാവിനെ വെട്ടാൻ ശ്രമിച്ചു. എന്നാൽ ക്ഷീണം കാരണം ആ വെട്ടിന് ശക്തിയുണ്ടായിരുന്നില്ല. ആ യോദ്ധാവ് ഒരു കുന്തം കൊണ്ട് മഗല്ലന്റെ ഇടതുകൈയിൽ ആഞ്ഞടിച്ചു. അതോടെ കൈയിലിരുന്ന പരിച നിലത്ത് വീണു. ഇപ്പോൾ അയാൾക്ക് പ്രതിരോധിക്കാൻ ഒന്നുമില്ലായിരുന്നു. അപകടം മനസ്സിലാക്കിയ മഗല്ലൻ പിന്മാറാൻ ഉത്തരവിട്ടു. എന്നാൽ ആ ബഹളത്തിനിടയിൽ അതാരും കേട്ടില്ല. അല്ലെങ്കിൽ ഭയന്നുപോയ സൈനികർ ഇതിനകം ചിതറിയോടാൻ തുടങ്ങിയിരുന്നു. മഗല്ലൻ വീണ്ടും വീണ്ടും തിരിഞ്ഞുനോക്കി. തന്റെ ആളുകൾ സുരക്ഷിതമായി ബോട്ടുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം ഒരു യോദ്ധാവ് വലിയൊരു വാളുകൊണ്ട് അയാളുടെ ഇടതുകാലിൽ ആഞ്ഞുവെട്ടി. അതോടെ മഗല്ലൻ മുഖമടിച്ച് വെള്ളത്തിലേക്ക് വീണു. അതൊരവസാനമായിരുന്നു. സിംഹത്തെ വളഞ്ഞ കഴുതപ്പുലികളെപ്പോലെ ലാപ്പുലാപ്പുവിന്റെ യോദ്ധാക്കൾ അയാളുടെ മുകളിലേക്ക് ചാടി വീണു. കുന്തങ്ങളും വാളുകളും കല്ലുകളും കൊണ്ട് അവർ അയാളുടെ ശരീരം തുളച്ചു. അന്റോണിയോ പിഗഫെറ്റ മുറിവേറ്റ് നിസ്സഹായനായി തന്റെ ക്യാപ്റ്റൻ ജനറലിന്റെ ആ ദാരുണാന്ത്യം കണ്ടുനിന്നു. ചരിത്രത്തിൽ ഏറ്റവും വലിയ നായകൻ, ഭൂമിയെ ആദ്യമായി ചുറ്റിയ മനുഷ്യൻ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ദ്വീപിന്റെ തീരത്ത് ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഒരു നായികലെപ്പോലെ പോരാടി മരിച്ചു വീണു. ബോട്ടുകളിൽ തിരികെയെത്തിയ സ്പെയിൻകാർ ഭയന്നു വിറച്ചിരുന്നു. അവർ ദൂരെ നിന്നും നോക്കി നിൽക്കെ മക്താനിലെ യോദ്ധാക്കൾ മഗല്ലന്റെ മൃതദേഹം ഒരു വിജയചിഹ്നമെന്നോണം ഉയർത്തിപ്പിടിച്ച് കരയിലേക്ക് കൊണ്ടുപോയി. ലോകം ചുറ്റാൻ പുറപ്പെട്ട ക്യാപ്റ്റൻ ജനറലിന്റെ ശരീരം പോലും അവർക്ക് തിരികെ കിട്ടിയില്ല. ഈ വാർത്ത സെബുവിലെത്തിയപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. സ്പെയിൻകാർ അജയ്യരല്ലെന്ന് രാജാ ഹുമാബോൻ മനസ്സിലാക്കി. അവരുടെ ദൈവം അവരെ സംരക്ഷിച്ചില്ല. മഗല്ലന്റെ മരണത്തോടെ സ്പെയിൻകാരുടെ ശക്തിയും സ്വാധീനവും ഒരുപോലെ ഇല്ലാതായി. ഭയത്തിന്റെ സ്ഥാനത്ത് അവജ്ഞ വന്നു. ഒരുപക്ഷേ ലാപ്പുലാപ്പുവിന്റെ പ്രതികാരത്തെ അയാൾ ഭയന്നിരിക്കാം. അല്ലെങ്കിൽ കപ്പലിലുള്ള വ്യാപാര സാമഗ്രികളിൽ അയാൾ കണ്ണുവച്ചിരിക്കാം. കാരണം എന്തുതന്നെ ആയാലും അയാൾ സ്പെയിൻകാരെ ചതിക്കാൻ തീരുമാനിച്ചു. മഗല്ലന് ശേഷം അയാളുടെ ഭാര്യാഭർത്താവായ ഡ്വാർട്ടെ ബാർബോസയും ഹുവാൻ സെറാനോയും കപ്പലുകളുടെ പുതിയ നേതാക്കളായി. തങ്ങളുടെ സൗഹൃദം പുതുക്കാനെന്ന വ്യാജേന രാജാ ഹൂമാബോൻ ഈ പുതിയ നേതാക്കളെയും 27 പ്രധാനപ്പെട്ട നാവികരെയും ഒരു വലിയ വിരുന്നിനു ക്ഷണിച്ചു. സ്പെയിനിലെ രാജാവിന് നൽകേണ്ട സമ്മാനങ്ങൾ ആ വിരുന്നിൽ വെച്ച് കൈമാറാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. ആ ചതി മനസ്സിലാക്കാതെ ബാർബോസയും സെറാനോയും മറ്റ് 25 പേരും ആ വിരുന്നിൽ പങ്കെടുത്തു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൂമാബോനിന്റെ യോദ്ധാക്കൾ അവരെ വളഞ്ഞു നിർദ്ദയമായി കൊന്നൊടുക്കി. കപ്പലിലുള്ളവർക്ക് കരയിൽ നിന്നും കൂട്ട നിലവിളികൾ മാത്രമേ കേൾക്കാനായിരുന്നുള്ളൂ. അധികം വൈകാതെ രക്തത്തിൽ കുളിച്ച ജുവാൻ സെറാനോയെ കയറിൽ കെട്ടിവലിച്ച് അവർ കരയിലേക്ക് കൊണ്ടുവന്നു. കപ്പലിലുള്ളവരോട് തങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നൽകി തന്നെ രക്ഷിക്കണമെന്ന് അയാൾ കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അതൊരു കെണിയാണെന്ന് ഭയന്ന കപ്പലിലുള്ളവർ നങ്കൂര ഉയർത്തി തങ്ങളുടെ സഹയാത്രികനെ മരണത്തിന് വിട്ടുകൊടുത്ത് ആ തീരത്തു നിന്നും രക്ഷപ്പെട്ടു. ഇപ്പോൾ ആ യാത്ര പൂർണ്ണമായും അനാഥമായിരുന്നു. അവരുടെ നേതാവ് മരിച്ചു. പ്രധാനപ്പെട്ട ഓഫീസർമാരെല്ലാവരും കൊല്ലപ്പെട്ടു. 270 പേരുമായി തുടങ്ങിയ യാത്രയിൽ ഇപ്പോൾ 100-ൽ താഴെ ആളുകൾ മാത്രം. 3 കപ്പലുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ആളുകളില്ല. അവർ ഒരു ദുഃഖകരമായ തീരുമാനമെടുത്തു. ഏറ്റവും മോശമായ അവസ്ഥയിലുള്ള കോൺസെപ്സിയോൺ എന്ന കപ്പൽ ഉപേക്ഷിക്കുക. അവർ അതിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മറ്റു 2 കപ്പലുകളായ ട്രിനിഡാഡിലേക്കും വിക്ടോറിയയിലേക്കും മാറ്റി. എന്നിട്ട് ആ കപ്പലിന് തീ കൊളുത്തി. ഫിലിപ്പീൻസിലെ ആ രാത്രിയിൽ കത്തിയമരുന്ന കോൺസെപ്സിയോണിന്റെ തീനാളങ്ങൾ അവരുടെ തകർന്ന സ്വപ്നങ്ങളുടെ പ്രതീകമായി. ഇനി വെറും 2 കപ്പലുകൾ, ഒരു പിടി മനുഷ്യർ. അവർക്ക് മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം: സുഗന്ധവ്യഞ്ജന ദ്വീപുകൾ കണ്ടെത്തുക, എങ്ങനെയെങ്കിലും ജീവനോടെ വീട്ടിലെത്തുക. കത്തിയമരുന്ന കോൺസെപ്ഷ്യോൺ എന്ന കപ്പലിന്റെ തീനാളങ്ങൾ രാത്രിയുടെ ആകാശത്തെ ചുവപ്പിച്ചു. ആ തീരത്ത് നിസ്സഹായരായി നിന്ന 100ഓളം മനുഷ്യർക്ക് അത് തങ്ങളുടെ ഒരു കപ്പൽ മാത്രമല്ല കത്തുന്നതെന്ന് തോന്നി. അവരുടെ ഹൃദയത്തിലെ അവസാനത്തെ പ്രതീക്ഷയുടെ നാളവും ഒരുമിച്ചെരിഞ്ഞൊടുങ്ങുന്നതുപോലെ. ഓരോ മരപ്പലകയും എരിഞ്ഞമരുമ്പോൾ
അതോടൊപ്പം തങ്ങളുടെ കൂട്ടുകാരുടെ ഓർമ്മകളും മഗല്ലന്റെ സ്വപ്നങ്ങളും ചാരമായി മാറുകയായിരുന്നു. ആ രാത്രിയിൽ ആ കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴുമ്പോൾ ഒരു യുഗം തന്നെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ വെറും 2 കപ്പലുകൾ, ട്രിനിഡാഡും വിക്ടോറിയയും. കടലിൽ ചിതറിപ്പോയ ഒരു കുടുംബം പോലെ ആ കപ്പലുകൾ പരസ്പരം ആശ്വാസം കണ്ടെത്തി. നേതൃത്വം നഷ്ടപ്പെട്ട ആ കൂട്ടത്തിൽ പുതിയൊരു ക്രമം രൂപപ്പെട്ടു. ഗോൺസാനോ ഗോമസ് ഡി എസ്പിനോസ, മഗല്ലന്റെ വിശ്വസ്തരിലൊരാളായിരുന്നവൻ, ട്രിനിഡാഡിന്റെ ക്യാപ്റ്റനായി. എന്നാൽ ചരിത്രം ഓർക്കാൻ പോകുന്നത് മറ്റൊരാളെയായിരുന്നു. വിക്ടോറിയയുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ എന്ന ബസ്ക് നാവികൻ. പോർട്ട് സാൻ ജുലിയനിലെ കലാപത്തിൽ പങ്കെടുത്തതിന് മഗല്ലൻ മരണത്തിൽ നിന്നും ഒഴിവാക്കി മാപ്പ് നൽകിയ ഒരാളായിരുന്നു അവൻ. വിധിയെത്ര വിചിത്രമാണല്ലേ! ഒരു കലാപകാരി ഇപ്പോൾ ഈ ഇതിഹാസയാത്രയുടെ അവസാന ഭാഗം പൂർത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: സുഗന്ധവ്യഞ്ജന ദ്വീപുകൾ, മൊള്ളൂക്കസ്. പക്ഷേ അതെവിടെയാണെന്ന് അവർക്ക് കൃത്യമായി അറിയുമായിരുന്നില്ല. മുന്നിലുള്ളത് ആയിരക്കണക്കിന് ദ്വീപുകൾ നിറഞ്ഞ ഒരു കടലാണ്. ഓരോ ദ്വീപും ഒരുപോലെ പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. ഓരോ തീരത്തും പുതിയ മനുഷ്യർ, പുതിയ ഭാഷകൾ, പുതിയ അപകടങ്ങൾ. അടുത്ത 6 മാസക്കാലം അവർ ഒരു ദിശാബോധമില്ലാതെ ആ ദ്വീപസമൂഹങ്ങളിലൂടെ അലഞ്ഞു. ഫിലിപ്പൈൻസിൽ നിന്നും ബോർണിയോയിലേക്ക്. സെബുവിലെ ചതിക്ക് ശേഷം അവർ ആരെയും വിശ്വസിച്ചില്ല. ഓരോ സൗഹൃദത്തിലും അവർ ചതിയുടെ നിഴൽ കണ്ടു. ഓരോ പുഞ്ചിരിക്കു പിന്നിലും അവർ മരണത്തിന്റെ വാൾമുനെ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് സംശയിച്ചു. അവർ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ ദ്വീപിലും ഇറങ്ങിയത്. ചെറിയ തോതിൽ വ്യാപാരം നടത്തി. സ്പെയിനിൽ നിന്നും കൊണ്ടുവന്ന ഇരുമ്പു സാധനങ്ങൾക്കു പകരമായി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ശേഖരിച്ചു. അവർ ബ്രൂണയിലെ സുൽത്താന്റെ കൊട്ടാരം സന്ദർശിച്ചു. അവിടെ കണ്ട കാഴ്ചകൾ അവരെ അത്ഭുതപ്പെടുത്തി. പട്ടുവസ്ത്രങ്ങൾ ധരിച്ച പരിചാരകർ, സ്വർണം പതിച്ച ചുമരുകൾ, മുത്തും രത്നങ്ങളും പതിച്ച ആയുധങ്ങൾ. കിഴക്കിന്റെ സമ്പത്തിനെക്കുറിച്ച് അവർ കേട്ട കഥകൾ സത്യമായിരുന്നു. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർ അന്വേഷിക്കുന്നത് ഒന്നിനെ മാത്രമായിരുന്നു: ഗ്രാമ്പൂ. ഈ അലച്ചിലിനിടയിൽ അവരുടെ ക്ഷമ നശിച്ചു തുടങ്ങി. പലപ്പോഴും വഴിതെറ്റി. കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പലുകൾക്ക് പരസ്പരം കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ ഓരോ തവണയും അവർ വീണ്ടും ഒന്നിച്ചു. കാരണം ഇപ്പോൾ അവർക്ക് പരസ്പരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പ്രാദേശികരായ മീൻപിടിത്തക്കാരെയും നാവികരെയും പിടികൂടി വഴികാട്ടികളാക്കാൻ നിർബന്ധിച്ചു. ചിലർ അവരെ വഴിതെറ്റിച്ചു. മറ്റു ചിലർ ഭയം കൊണ്ട് സത്യം പറഞ്ഞു. ഒടുവിൽ 1521 നവംബറിൽ ഒരു പ്രാദേശിക നാവികന്റെ സഹായത്തോടെ അവർക്ക് ആ രഹസ്യ വഴിയിലേക്കുള്ള സൂചന ലഭിച്ചു. കിഴക്ക് അഗ്നിപർവ്വതങ്ങളുള്ള 2 ദ്വീപുകളുണ്ട്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാമ്പു വളരുന്നതെന്നും അയാൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ക്ഷീണിച്ച കണ്ണുകളിൽ വീണ്ടും പ്രകാശമുണ്ടായി. ദിവസങ്ങൾക്കു ശേഷം ഒരു പ്രഭാതത്തിൽ കാറ്റിൽ ഒരു പുതിയ ഗന്ധം ഒഴുകിയെത്തി. അത് പൂക്കളുടേതായിരുന്നില്ല, പഴങ്ങളുടേതുമായിരുന്നില്ല. അതിനു മുൻപ് ആരും അനുഭവിച്ചിട്ടില്ലാത്ത രൂക്ഷവും എന്നാൽ മത്തുപിടിപ്പിക്കുന്നതുമായ ഒരു ഗന്ധം. അത് ഗ്രാമ്പുവിന്റെ ഗന്ധമായിരുന്നു. അവർ ശരിയായ ദിശയിലാണെന്ന് ആ ഗന്ധം അവരോട് പറഞ്ഞു. അധികം വൈകാതെ ദഹലെ ചക്രവാളത്തിൽ പുകതുപ്പുന്ന 2 അഗ്നിപർവ്വതങ്ങളുടെ കൊടുമുടികൾ അവർ കണ്ടു. ടിഡോറെ, ടെർനാട്ടെ എന്നീ ദ്വീപുകൾ, സുഗന്ധവ്യഞ്ജന ദ്വീപുകൾ. 1521 നവംബർ 8, 2 വർഷവും 3 മാസവും 18 ദിവസവും നീണ്ട യാത്രയ്ക്കു ശേഷം അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. 270 പേരുമായി തുടങ്ങിയ യാത്രയിൽ ഇപ്പോൾ ജീവനോടെയുള്ളത് 115 പേർ. 3 കപ്പലുകൾ നഷ്ടപ്പെട്ടു. അവരുടെ ക്യാപ്റ്റൻ ജനറലിനെ അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവർ വിജയിച്ചു. അവർ അസാധ്യമായത് സാധ്യമാക്കി. ടിഡോറയിലെ സുൽത്താൻ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പോർച്ചുഗീസുകാരുമായി ശത്രുതയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് സ്പെയിൻകാർ ഒരു പുതിയ സഖ്യകക്ഷിയായിരുന്നു. അദ്ദേഹം അവർക്ക് ആവശ്യത്തിനത്ര ത്രാമ്പു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അടുത്ത 6 വർഷക്കാലം അവർ ആ ദ്വീപിൽ സ്വർഗത്തിലെന്നതുപോലെ ജീവിച്ചു. ഉണങ്ങിയ പൂമുട്ടുകൾ പോലെ തോന്നുന്ന ആ ചെറിയ കറുത്ത വസ്തുക്കൾക്ക് യൂറോപ്പിൽ സ്വർണത്തേക്കാൾ വിലയുണ്ടെന്നവർക്കറിയാമായിരുന്നു. 2 കപ്പലുകളുടെയും അറകൾ അവർ ഗ്രാമ്പുവും ജാതിക്കയും കറുവാപ്പത്തയും കൊണ്ട് നിറച്ചു. ഓരോ വീപ്പിലും ഓരോ ചാക്കിലും അവരുടെ സ്വപ്നങ്ങളുടെ ഭാരമുണ്ടായിരുന്നു.
ഡിസംബർ ആയപ്പോഴേക്കും കപ്പലുകൾ തിരികെ പോകാൻ തയ്യാറായി. അവരുടെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇനി ഹോമിലേക്ക് മടങ്ങിപ്പോവണം. പക്ഷേ എങ്ങനെ? അവർ വന്ന വഴി, ശാന്തസമുദ്രത്തിലൂടെയുള്ള ആ ഭീകരമായ പാത വീണ്ടും താണ്ടാൻ ആരും തയ്യാറായിരുന്നില്ല. മുന്നിലൊരു വഴി മാത്രമുള്ളൂ. പടിഞ്ഞാറോട്ട്, ഇനിയും പടിഞ്ഞാറോട്ട്. ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റി അറ്റ്ലാന്റിക്കിലൂടെ സ്പെയിനിലേക്ക്. അതായിരുന്നു പോർച്ചുഗീസുകാരുടെ വഴി, അവരുടെ അധീനതയിലുള്ള സമുദ്രം. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു കെണിയിലേക്ക് നടന്നുപോകുന്നതിന് തുല്യമായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകൾ അവരെ കണ്ടാൽ ആക്രമിക്കുമെന്നുറപ്പാണ്. അവരൊരു തീരുമാനമെടുത്തു. 2 കപ്പലുകളും 2ആയി പിരിയാം. ട്രിനിഡാഡ് എസ്പിനോസയുടെ നേതൃത്വത്തിൽ വന്ന വഴിയെ പസഫിക്കിലൂടെ തിരികെ പോകാൻ ശ്രമിക്കട്ടെ. വിക്ടോറിയ എൽക്കാനയുടെ നേതൃത്വത്തിൽ അപകടം നിറഞ്ഞ ആ പുതിയ പാതയിലൂടെ പടിഞ്ഞാറോട്ട് യാത്ര തുടരട്ടെ. അതൊരു വിടപറയലായിരുന്നു. ഒരുമിച്ച് നരകം താണ്ടിയ ആ സഹയാത്രികൾ ഇനി കണ്ടുമുട്ടുമോ എന്നുറപ്പില്ലാതെ പരസ്പരം യാത്ര പറഞ്ഞു. വിക്ടോറിയ അതിന്റെ പായകൾ ഉയർത്തി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മെല്ലെ നീങ്ങിത്തുടങ്ങുകയായിരുന്നു. ഭൂമിയെ പൂർണ്ണമായി ചുറ്റാനുള്ള അവസാനത്തെ, ഏറ്റവും അപകടം നിറഞ്ഞ ആ ദൗത്യം ഇപ്പോൾ എൽക്കാനയുടെയും കൂടെയുള്ള 47 നാവികരുടെയും ചുമതലയിലായി. വിക്ടോറിയ എന്ന ആ ചെറിയ കപ്പൽ കിഴക്കൻ ദ്വീപുകളിൽ നിന്നും പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു. അതിൻ്റെ അറകളിൽ നിറയെ ഗ്രാമ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു. പക്ഷേ ആ സുഗന്ധത്തിനിപ്പോൾ പ്രതീക്ഷയുടെ മണമല്ല, ഭയത്തിൻ്റെ മണമായിരുന്നു. അവരൊരു പ്രേതക്കപ്പലിനെ പോലെയാണ് സഞ്ചരിച്ചത്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അവരുടെ കടലിലൂടെ ഒരു നിഴലായി നീങ്ങണം. എൽക്കാനോയുടെ ഉത്തരവ് വ്യക്തമായിരുന്നു. കര കാണുന്നിടത്തു നിന്നും അകന്നു നിൽക്കുക. ഒരു തുറമുഖത്തും നിർത്തരുത്. ഒരു കപ്പലിനെയും സമീപിക്കരുത്. അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെയും ഭീകരത കണ്ട അവർക്ക് ഇതൊരു ശാന്തമായ യാത്രയായിരിക്കുമെന്ന് തോന്നി. എന്നാൽ ഈ സമുദ്രത്തിന്റെ അപകടം തിരമാലകളിലായിരുന്നില്ല, ഏകാന്തതയിലായിരുന്നു. മാസങ്ങളോളം അവർ കര കാണാതെ യാത്ര ചെയ്തു. ദിവസവും ഒരേ കാഴ്ച. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. കപ്പലിലെ മരപ്പലകകളുടെ ഞെരുങ്ങുന്ന ശബ്ദവും കാറ്റിന്റെ മൂളലും മാത്രം. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം വീണ്ടും തീർന്നു തുടങ്ങി. വെള്ളം ചീത്തയായി. ശാന്തസമുദ്രത്തിൽ അവരെ വേട്ടയാടിയ ആ ഭീകരൻ സ്കർവി വീണ്ടും തിരിച്ചുവന്നു. ഓരോന്നായി നാവികർ വീണ്ടും രോഗത്തിന്റെ പിടിയിലായി. മോണകൾ വീർത്ത്, പല്ലുകൾ കൊഴിഞ്ഞ്, ശരീരത്തിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അവർ തങ്ങളുടെ കിടക്കകളിൽ വേദന കൊണ്ട് പുളഞ്ഞു. അവരുടെ കപ്പലിന്റെ അറകളിൽ നിറയെ സ്വർണത്തേക്കാൾ വിലയുള്ള ഗ്രാമ്പുവാണ്. പക്ഷെ വിശപ്പും രോഗം കൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യന് ആ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പുല്ലിന്റെ വില പോലുമില്ലായിരുന്നു. ഈ യാത്രയുടെ ഏറ്റവും വലിയ വിരോധാഭാസം അതായിരുന്നു. സമ്പത്തിന്റെ മുകളിൽ കിടന്നുകൊണ്ട് അവർ പട്ടിണി കിടന്നു മരിച്ചു. യാത്ര തിരിച്ച 47 പേരിൽ 21 പേർ ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചു മരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ ഓരോ ദിവസവും കടലിലേക്ക് എറിയപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവർ എല്ലും തോലുമായ രൂപങ്ങളായി മാറി. കപ്പലോടിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. എൽക്കാനോയും പിഗാഫറ്റയും ശേഷിച്ച കുറച്ചുപേരും ചേർന്ന് തളർന്ന ശരീരങ്ങൾ വലിച്ചിഴച്ച് കപ്പലിന്റെ ജോലികൾ ചെയ്തു. മാസങ്ങൾക്ക് ശേഷം അവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷയുടെ മുനമ്പ്. എന്നാൽ ആ പേരിൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ദുനിയാവിന്റെ ഏറ്റവും പ്രക്ഷുബ്ധമായ കടലുകളിലൊന്നായിരുന്നു അത്. ഭീമാകാരമായ തിരമാലകൾ, തണുത്തുറഞ്ഞ കൊടുങ്കാറ്റുകൾ. അവരുടെ ചെറിയ ക്ഷീണിച്ച കപ്പലിനെ അത് വിഴുങ്ങിക്കളയുമെന്ന് തോന്നി. ആഴ്ചകളോളം അവർ ആ മുനമ്പ് ചുറ്റാൻ ശ്രമിച്ചു. പലതവണ പരാജയപ്പെട്ടു. ഒരു കൊടുങ്കാട്ടിൽ അവരുടെ പ്രധാന പായ്മരം ഒടിഞ്ഞുപോയി. എങ്കിലും അവർ ശ്രമം ഉപേക്ഷിച്ചില്ല. അവസാനം ഒരു ദൈവാധീനം പോലെ അവർ ആ അപകടമേഖല തരണം ചെയ്തു അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ അവർക്ക് മുന്നിൽ നേർരേഖയിലുള്ള യാത്രയാണ്, സ്പെയിനിലേക്ക്. എന്നാൽ കപ്പലിൽ ഒരു തുള്ളി ശുദ്ധജലമോ ഒരു കഷ്ണം റൊട്ടിയോ ബാക്കിയില്ലായിരുന്നു. ഇനിയും യാത്ര തുടർന്നാൽ എല്ലാവരും മരിക്കുമെന്നുറപ്പാണ്. എൽക്കാനോ ഒരു തീരുമാനമെടുത്തു. അപകടമാണെന്നറിഞ്ഞിട്ടും പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലുള്ള കേപ്പ് വെർഡെ ദ്വീപുകളിൽ നിർത്തുക. അതൊരു ചൂതാട്ടമായിരുന്നു. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. അവർ ദ്വീപിനടുത്തെത്തിയപ്പോൾ എൽക്കാനോ തന്റെ ആളുകൾക്ക് കർശനമായ നിർദ്ദേശം നൽകി. നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരോടും പറയരുത്. നമ്മൾ അമേരിക്കയിൽ നിന്നും സ്പെയിനിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഒരു വലിയ കൊടുങ്കാട്ടിൽപ്പെട്ട് വഴിതെറ്റി ഇവിടെ എത്തിയതാണെന്നും പറയണം. നമ്മുടെ കപ്പൽ തകർന്നു.
ഭക്ഷണമെല്ലാം നഷ്ടപ്പെട്ടു, സഹായം വേണം. അവരുടെ ദയനീയമായ രൂപം കണ്ടപ്പോൾ പോർച്ചുഗീസുകാർ ആ കഥ വിശ്വസിച്ചു. അവർ സ്പെയിനുകാരാണെങ്കിലും മനുഷ്യത്വത്തിന്റെ പേരിൽ അവർ സഹായം നൽകി. അവർ ആദ്യത്തെ ബോട്ട് നിറയെ അരിയും പഴവും അയച്ചു. അത് കിട്ടിയപ്പോൾ മരണത്തിന്റെ വക്കിൽ നിന്നവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. അവിടെ വെച്ചാണ് അവർ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവർ അരിക്കു പകരം ഗ്രാമ്പ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വിലയുടെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. അപ്പോഴാണ് ദിവസത്തെക്കുറിച്ച് സംസാരം വന്നത്. പിഗാഫെറ്റ തന്റെ ഡയറി കൃത്യമായി സൂക്ഷിച്ചിരുന്നു. അതനുസരിച്ച് അന്നൊരു ബുധനാഴ്ചയായിരുന്നു. എന്നാൽ ദ്വീപിലുള്ളവർ പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണെന്ന്. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിഗാഫെറ്റ തന്റെ കണക്കുകൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. ഒരു തെറ്റുമില്ല. 3 വർഷമായി ഒരു ദിവസം പോലും തെറ്റാതെ അയാൾ ഡയറി എഴുതി വരികയാണ്. അപ്പോഴാണവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. സൂര്യനെ പിന്തുടർന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ഭൂമിയെ ചുറ്റിയപ്പോൾ അവർക്കൊരു ദിവസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോകം ഒരു ദിവസം മുന്നോട്ടു പോയപ്പോൾ അവർ 24 മണിക്കൂർ പിന്നിലായി. മനുഷ്യചരിത്രത്തിൽ ആദ്യമായി സമയവും യാത്രയും തമ്മിലുള്ള ഈ ബന്ധം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു അത്. ഒരുപക്ഷെ ആ യാത്രയിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ കണ്ടെത്തൽ. എന്നാൽ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ തവണ അവർ ഭക്ഷണത്തിനായി കരയിലേക്ക് ആളുകളെ അയച്ചപ്പോൾ ഒരു നാവികൻ അബദ്ധത്തിൽ തങ്ങളുടെ കയ്യിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് പറഞ്ഞുപോയി. പോർച്ചുഗീസുകാർക്ക് സംശയമായി. അമേരിക്കയിൽ എവിടെയാണ് ഗ്രാമ്പു ഉണ്ടാകുന്നത്? അവർ ആ 13 നാവികരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സത്യം പുറത്തുവന്നു. അവർ മഗല്ലന്റെ യാത്രയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. വിവരമറിഞ്ഞ എൽക്കാനോ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. കരയിൽ കുടുങ്ങിപ്പോയ തങ്ങളുടെ 13 കൂട്ടുകാരെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. അയാൾ നങ്കൂരത്തിന്റെ കയറ് വെട്ടിമുറിക്കാൻ ആജ്ഞാപിച്ചു. വിക്ടോറിയ അതിന്റെ അവസാനത്തെ ശക്തിയും എടുത്ത് ആ തുറമുഖത്തു നിന്നും പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ വരുന്ന പോർച്ചുഗീസുകാരെ കബളിപ്പിച്ച് അത് വീണ്ടും തുറന്ന കടലിലേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആ കപ്പലിൽ വെറും 18 യൂറോപ്യനും ദ്വീപുകളിൽ നിന്നും കൂടെ കൂടിയ ചിലരും മാത്രം. 270 പേരിൽ നിന്നും 18. അവരുടെ ശരീരം തളർന്നിരുന്നു, പക്ഷെ മനസ്സ് തളർന്നില്ല. ദൂരെ അവരുടെ ജന്മനാടിന്റെ തീരം കാത്തിരിക്കുകയായിരുന്നു. 3 വർഷം മുമ്പ് ഉപേക്ഷിച്ചുപോയ ആ ലോകത്തേക്ക് ജീവിക്കുന്ന രക്തസാക്ഷികളായി അവർ മടങ്ങുകയായിരുന്നു. 1522 സെപ്റ്റംബർ 6 സ്പെയിനിലെ സാൻ ലൂക്കാർ ഡി ബറാമെഡ തുറമുഖം. 3 വർഷങ്ങൾക്ക് മുൻപ് 5 കപ്പലുകൾ കൊടിയും പീരങ്കി വെടിയുമായി യാത്ര തിരിച്ച അതേ തുറമുഖം. അന്നവിടെ ആഘോഷമായിരുന്നു, പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്നവിടെ ശാന്തമാണ്. ആരുമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മഗല്ലന്റെ യാത്രയെക്കുറിച്ച് എല്ലാവരും മറന്നു തുടങ്ങിയിരുന്നു. അവർ കടലിലെവിടെയോ നഷ്ടപ്പെട്ടുവെന്ന് രാജാവ് പോലും വിധിയെഴുതി. അന്ന് പ്രഭാതത്തിൽ ചക്രവാളത്തിൽ ഒരു പായ്മരം പ്രത്യക്ഷപ്പെട്ടു. അതൊരു വിചിത്രമായ കാഴ്ചയായിരുന്നു. കീറിപ്പറിഞ്ഞ പായകളുമായി, ഒടിഞ്ഞ പായ്മരങ്ങളുമായി ഒരു പ്രേതക്കപ്പലെന്ന പോലെ അത് മെല്ലെ നീങ്ങിവരുന്നു. അതിന്റെ നിറം മങ്ങിയിരിക്കുന്നു. തിരമാലകളും കാറ്റും അതിനെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു എന്നു വ്യക്തം. തുറമുഖത്തുള്ളവർ കൗതുകത്തോടെ അതിനു നോക്കി. ഏതാണീ കപ്പൽ? അതടുത്തേക്ക് വന്നപ്പോൾ അതിന്റെ പേര് അവർ വായിച്ചു. വിക്ടോറിയ, മഗല്ലന്റെ കപ്പലുകളിലൊന്ന്. ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ കരയിൽ തടിച്ചുകൂടി. കപ്പൽ നങ്കൂരമിട്ടു. അതിൽ നിന്നും ഇറങ്ങിവന്ന മനുഷ്യരെ കണ്ട് അവർ ഭയന്നുപോയി. എല്ലും തോലുമായി, മെലിഞ്ഞുണങ്ങിയ, വെയിലുകൊണ്ട് കരിവാളിച്ച, നീണ്ട മുടിയും താടിയുമുള്ള 18 മനുഷ്യരൂപങ്ങൾ. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവരുടെ തിളക്കം. അവർ കരയിൽ കാലുകുത്തിയപ്പോൾ പലരും നിലത്ത് മുട്ടുകുത്തി ആ മണ്ണിനെ ചുംബിച്ചു. 3 വർഷമായി അവർ സ്വപ്നം കണ്ട നിമിഷം. ലോകം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവർ തിരിച്ചു വന്നിരിക്കുന്നു. അസാധ്യമെന്ന് കരുതിയത് അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് ഒരു പുസ്തകത്തിലെ സിദ്ധാന്തം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് അവർ തങ്ങളുടെ യാത്ര കൊണ്ട് തെളിയിച്ചു. അവരൊരു ലോകത്തെ ചുറ്റിവന്നു. ആ 18 പേരുടെ പേരുകൾ ചരിത്രത്തിൽ എഴുതപ്പെട്ടു. അവരുടെ ക്യാപ്റ്റൻ ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനോ ഒരു വീരനായകനായി. പക്ഷേ അവർ തിരികെ വന്നപ്പോൾ മഗല്ലന്റെ പേര് ആരും ഓർത്തില്ല. സ്പെയിനിലേക്ക് തിരികെ പോയ സാൻ അന്റോണിയോ എന്ന കപ്പലിലെ നാവികർ മഗല്ലൻ ഒരു രാജ്യദ്രോഹിയായിരുന്നുവെന്ന് കഥകൾ പ്രചരിപ്പിച്ചിരുന്നു.
എന്നാൽ വിക്ടോറിയ കൊണ്ടുവന്ന ഗ്രാമ്പൂ ആ യാത്രയുടെ മുഴുവൻ ചിലവിനേക്കാൾ വലിയ ലാഭം നേടിക്കൊടുത്തപ്പോൾ ചരിത്രം വീണ്ടും തിരുത്തി എഴുതപ്പെട്ടു. ഈ കഥ മഗല്ലന്റെയോ എൽക്കാനയുടെയോ മാത്രം കഥയല്ല, പേരുപോലും ആരും ഓർക്കാത്ത, കടലിൽ ജീവൻ നഷ്ടപ്പെട്ട 250-ലധികം മനുഷ്യരുടെ കൂടി കഥയാണ്. അജ്ഞാതമായതിനെ തേടിപ്പോകാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ കഥയാണ്. ചക്രവാളത്തിനപ്പുറം എന്താണെന്നറിയാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയവരുടെ കഥ. ഈ രാത്രിയിൽ നാം മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആ 18 പേരുടെ മുഖങ്ങളോർക്കാം. കടലിന്റെ ആഴങ്ങളിൽ വിശ്രമിക്കുന്ന മറ്റുള്ളവരെയും ഓർക്കാം. അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കത്തിൽ തുടരട്ടെ. ഇനി വിശ്രമിക്കൂ, ശാന്തമായി ഉറങ്ങൂ. കഥകൾ അവസാനിക്കുന്നില്ല, അവ പുതിയ യാത്രകൾക്ക് വഴിയൊരുക്കുകയേയുള്ളൂ. ഈ നീണ്ട യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.